എത്ര ഗൗരവമാണ് സഹോദരന്മാരെ. പിന്നെയോ അഞ്ചാമത്തൊരു നിബന്ധനയുണ്ട്. നിത്യ അശുദ്ധിക്കാരായ ആളുകൾ സമയമായതിന്റെ ശേഷമേ ഒളുവോ കുളിയോ പാടുള്ളൂ. അപ്പൊ നിത്യശുദ്ധിക്കാരായ ആളുകൾ സമയമായതിന്റെ ശേഷം, നിത്യശുദ്ധി എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് കൊണ്ട് വിഷമിക്കുന്ന പെണ്ണുങ്ങളുണ്ട്, മൂത്രവാർച്ച കൊണ്ട് വിഷമിക്കുന്ന ആണുങ്ങളുണ്ട്, ഗ്യാസിന്റെ ട്രബിൾ കൊണ്ട് വിഷമിക്കുന്ന ആണും പെണ്ണുമുണ്ട്. ഇങ്ങനെ ഗ്യാസ് കൊണ്ടോ മൂത്രവാർച്ച കൊണ്ടോ ബ്ലീഡിങ് കൊണ്ടോ വിഷമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവര് നേരത്തെ ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പേ ഒളുവെടുത്ത് വെക്കാൻ പാടില്ല. അവര് ബാങ്ക് വിളിച്ചതിന്റെ ശേഷം ബാത്റൂമിൽ പോയി മൂത്രമൊഴിച്ച് വൃത്തിയാക്കി, അല്ലെങ്കിൽ ബ്ലഡ് തുടച്ച് വൃത്തിയാക്കി, അവിടം കഴുകി വൃത്തിയാക്കിയതിന്റെ ശേഷം പുതിയ പഞ്ഞിയോ പുതിയ തുണിയോ കൊണ്ട് വെച്ച് കെട്ടി എത്രയും പെട്ടെന്ന് ഒളുവെടുത്ത് അവര് താമസിക്കാതെ നിസ്കരിക്കണോ. അടുത്ത വഖത്താകുമ്പോൾ വീണ്ടും അവര് മൂത്രം നജസോ പുറപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അവർക്കറിയാമെങ്കിൽ അവര് വീണ്ടും ഇത് അഴിച്ചു കെട്ടണം, വീണ്ടും സമയമായതിന്റെ ശേഷം ഒളുവെടുക്കണം. അങ്ങനെയാണ് അവർ വീണ്ടും നിസ്കരിക്കണം. അങ്ങനെ 5 നേരം നിസ്കരിക്കുമ്പോഴും അവരിത് അഴിച്ചു മാറ്റുകയും കഴുകി വൃത്തിയാക്കുകയും പുതിയത് വെച്ച് കെട്ടുകയും താമസിക്കാതെ നിസ്കരിക്കുകയും വേണോ. ഈ രൂപത്തിൽ വലിയ പ്രയാസപ്പെട്ട് വേണം അത്തരക്കാരായ ആളുകളെ ഇബാദത്ത് ചെയ്യാൻ. ഓ സഹോദരിമാരെ, വിഷമിക്കണ്ട. പടച്ച റബ്ബ് ഇരട്ടി ഇരട്ടി പ്രതിഫലം നൽകുന്നവനാണ്. പ്രതിസന്ധികൾ തരണം ചെയ്ത് ഇബാദത്ത് ചെയ്യുമ്പോൾ പടച്ച റബ്ബ് വലിയ പുണ്യം നൽകും. ഇതാണ് നിസ്കാരത്തിന്റെ 5 നിബന്ധനകൾ. അതിൽ ഓരോന്നും ഓരോ ദിവസമെങ്കിലും വിശദീകരിക്കേണ്ട വിഷയങ്ങളാണ്. എന്നാലും സമയമുണ്ടെങ്കിൽ ഞാൻ എല്ലാം കൂടി ഒന്ന് കാച്ചി കുറുക്കി ചെറിയ രൂപത്തിലൊന്ന് വിശദീകരിക്കാം. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഒളു ഉണ്ടായിരിക്കുക, കുളി ഉണ്ടായിരിക്കുക, അഥവാ ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകണം. ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ ഒളു ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകണം, അതിന് കുളിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഒളു അത് ഉണ്ടാക്കേണ്ട രൂപത്തിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ അവിടെ മുതൽ തന്നെ നിസ്കാരം പൊളിഞ്ഞുപോയി. കുളിക്കേണ്ട രൂപത്തിൽ കുളിച്ചിട്ടില്ലെങ്കിൽ അവിടെ മുതൽ തന്നെ നിസ്കാരം പൊളിഞ്ഞുപോയി. അപ്പോൾ ഇത് പഠിക്കൽ നിർബന്ധമല്ലേ? ഫർദ് ഐനായ കാര്യങ്ങളാണ്. ഇന്ന് വഅദ് മജ്ലിസിലൊന്നും മസ്അല പറഞ്ഞു തരാൻ ആരുമില്ല. കഥകൾ പറഞ്ഞ്, ചരിത്രങ്ങൾ പറഞ്ഞ്, ഇന്തോനേഷ്യയും അമേരിക്കയും ഓസ്ട്രേലിയയും പറഞ്ഞ് വിലപിടിപ്പുള്ള വഅദിന്റെ മജ്ലിസുകൾ നമ്മളിന്ന് കാണുന്നില്ലേ? മസ്അലകൾ പറയാൻ ആളുകൾ കുറവാണ്. എന്തുകൊണ്ട്? അവർക്കറിയാത്തത് കൊണ്ടല്ല, അത് പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കാൻ സന്മനസ്സുള്ളവര് കുറവാണ്. അറിയാത്തത് കൊണ്ടല്ല, അത്തരം മസ്അല ക്ലാസുകൾ കേൾക്കാൻ ഇന്ന് ആളുകൾ കുറവാണ്. എന്നാൽ അല്ലാഹു പറയുന്നു, അല്ലദീന യുഖീമൂനസ്സലാ, നിസ്കരിക്കുന്നവരെന്നല്ല, നിസ്കാരത്തെ മുഖീമാക്കുന്ന ആളുകൾ, അഥവാ ചൊവ്വേ നേരെ നിസ്കരിക്കുന്ന ആളുകൾ, അഥവാ ഷർത്തും ഫർളും അറിഞ്ഞു നിസ്കരിക്കുന്ന ആളുകൾ എന്നാണ് അള്ളാഹു ഖുർആനിൽ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അള്ളാഹു പറഞ്ഞ ഒളുവിലേക്ക് നമുക്ക് വരാം, കുളിയിലേക്ക് നമുക്ക് ചെറുതായൊന്ന് കടന്നു വരാം. നമുക്ക് ഒളുവുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കുന്നത് എങ്ങനെയാണ്? ഒളു മുറിയുന്നത് 4 കാര്യങ്ങളെ കൊണ്ടാണ്. 4 കാര്യങ്ങൾ ഒരാളിൽ സംഭവിച്ചാൽ അയാൾ ഒളുവെടുത്തേ മതിയാവുകയുള്ളൂ. ഒന്നെന്താണ്? ഒന്ന്, അയാൾ മുൻകൈയിന്റെ പള്ള കൊണ്ട് മനുഷ്യന്റെ ഗുഹ്യസ്ഥാനത്ത് തൊടുക. മുൻകൈയിന്റെ പള്ള കൊണ്ട് മനുഷ്യന്റെ ഗുഹ്യസ്ഥാനത്ത് തൊട്ടാൽ അവന്റെ ഒളുവങ്ങ് മുറിഞ്ഞു. മനുഷ്യനെന്ന് പറഞ്ഞാൽ അയാൾ സ്വന്തമായാലും ഒളുവങ്ങ് മുറിഞ്ഞു. എന്റെ മുൻകൈയിന്റെ പള്ള കൊണ്ട് എന്റെ ഔറത്തിൽ ഞാൻ തൊട്ടിപ്പോയാൽ എന്റെ ഒളുവങ്ങ് മുറിഞ്ഞു. മുൻകൈയിന്റെ പള്ള എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഈ കൈയുണ്ടല്ലോ,
രണ്ട് കൈകൾ നമ്മൾ ചേർത്ത് വെക്കുമല്ലോ. രണ്ട് കൈകൾ ചേർത്ത് വെക്കുമ്പോൾ അതിന്റെ ഉള്ളിൽപ്പെടുന്ന സ്ഥലമാണ് പള്ള എന്ന് പറയുന്നത്. അതിന്റെ സൈഡിലുള്ളത് പെടുകയില്ല, പുറത്തുള്ളത് പെടുകയില്ല. ഇതിന്റെ ഉള്ളിൽപ്പെട്ട സ്ഥലമാണ് പള്ള എന്ന് പറയുന്നത്. അപ്പൊ ആ സ്ഥലം കൊണ്ട് തൊട്ടെങ്കിലേ ഒളു മുറിയുകയുള്ളൂ. ഈ അരിക്, വിരലിന്റെ അരികു ഭാഗം കൊണ്ട് തട്ടിയാൽ ഒളു മുറിയുകയില്ല. വിരലിന്റെ തലഭാഗം തട്ടിപ്പോയി ഒളു മുറിയുകയില്ല. പള്ളയുടെ ശേഷമുള്ള സ്ഥലം തട്ടിപ്പോയി ഒളു മുറിയുകയില്ല. കൈയുടെ പുറകുഭാഗം തട്ടിപ്പോയി ഒളു മുറിയുകയില്ല. അപ്പോ കൈയിന്റെ പള്ള കൊണ്ട് തന്നെ തട്ടണം. എവിടെ? മനുഷ്യന്റെ ഗുഹ്യഭാഗത്ത് തട്ടണം. അപ്പോൾ ഏതെങ്കിലും മൃഗങ്ങളുടെയോ വേറെ ഏതെങ്കിലും ജീവിയുടെയോ ഗുഹ്യസ്ഥാനത്ത് തട്ടിയാൽ ഒളു മുറിയുകയില്ല. മനുഷ്യന്റെ ഗുഹ്യം എന്ന് പറഞ്ഞപ്പോ ചെറിയ കുഞ്ഞുങ്ങളും പെട്ടു, വലിയ ആളുകളും പെട്ടു, ആണും പെട്ടു, പെണ്ണും പെട്ടു, എല്ലാ അവൻ സ്വന്തവും പെട്ടു. ആരുടെ ഗുഹ്യത്ത് തട്ടിയാലും ഒളു മുറിയും. തള്ളമാര് കുഞ്ഞുങ്ങളെയൊക്കെ ഒളുവെടുത്തതിന്റെ ശേഷം കുളിപ്പിക്കുന്നത് ശ്രദ്ധിക്കണം. ഒളുവെടുത്തിട്ട് തള്ള കുഞ്ഞിനെ കുളിപ്പിച്ചാൽ ആ കുഞ്ഞിന്റെ ഗുഹ്യഭാഗത്ത് കൈയിന്റെ പള്ള കൊണ്ട് തട്ടാൻ പാടില്ല. അല്ലെങ്കിൽ ഒളുവെടുത്ത് വരുമ്പോഴാണ് മോൻ മൂത്രം ഒഴിച്ചിട്ട് നിൽക്കുകയാണ്, അവന് കഴുകി കൊടുക്കണം. ഉമ്മ ഒളുവുണ്ടെങ്കിൽ കൈയിൽ മറയില്ലാതെ ആ കുഞ്ഞിന്റെ അവറത്ത് തൊട്ട് കഴുകി കൊടുക്കരുത്. കൊടുത്താൽ ഉമ്മാന്റെ ഒളു മുറിഞ്ഞു. അത് ഉമ്മയും ബാപ്പയും മക്കളും ആരായാലും അവറത്ത് തട്ടിയാൽ ഒളു മുറിഞ്ഞു. തട്ടേണ്ട രൂപത്തിൽ കയ്യിന്റെ പള്ള കൊണ്ട് തട്ടണം. ആണിന്റെ ആയാലും പെണ്ണിന്റെ ആയാലും തട്ടിയാൽ ഒളു മുറിഞ്ഞു. ആണിന്റേതാണെങ്കിൽ നിയമം പറയുമ്പോ നമുക്ക് പറയണമല്ലോ, അതിലൊരൽപ്പം ലജ്ജ. ചില ശറഅ പഠിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നാണിച്ച് നരകത്തിൽ പോകാതെ ചോദിച്ച് ചോദിച്ച് സ്വർഗത്തിൽ പോണോന്നാണ്. അപ്പൊ ഞാൻ അതെങ്ങനെ ചോദിക്കുന്നു ഉസ്താദെ? അവറത്ത് എന്ന് പറഞ്ഞാൽ അത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ എല്ലാവർക്കും അറിയണം. പക്ഷെ അത് ചോദിക്കാൻ എല്ലാവർക്കും മടിയാ. നിങ്ങളാരും ചോദിക്കണം, ഞാൻ പറഞ്ഞേക്കാം. പുരുഷന്മാരെ സംബന്ധിച്ച് മറയ്ക്കൽ നിർബന്ധമായ അവറത്ത് എന്ന് പറഞ്ഞാൽ പൊക്കിള് മുതൽ മുട്ട് വരെയുള്ള മുഴുവൻ സ്ഥലവും മറയ്ക്കൽ നിർബന്ധമായ അവറത്താണ്. പക്ഷെ ഒളു മുറിയുമ്പോ അത്രയും സ്ഥലം പരിഗണിക്കുകയില്ല. അവന്റെ ലിംഗം എന്ന് പറയുന്ന ആ ഒരൊറ്റ ലിംഗം മാത്രമേ തൊട്ടാൽ ഒളു മുറിയുകയുള്ളൂ. ഒന്നുകൂടി പറഞ്ഞാൽ നമ്മളുടെ ആ പുരുഷന്മാരായ ആളുകൾ അവരുടെ ലിംഗത്തിൽ നിന്ന് താഴ്ഭാഗത്തുള്ള ആ സ്ഥലത്ത് തൊട്ടാലും ഒളു മുറിയില്ല, മേൽഭാഗത്തുള്ള സ്ഥലത്ത് തൊട്ടാലും ഒളു മുറിയില്ല. ആ ശരിയായ ലിംഗത്തിൽ മാത്രം തൊട്ടാലേ ഒളു മുറിയുകയുള്ളൂ. ഇതാണ് പുരുഷന്മാർക്ക് തൊട്ടാൽ ഒളു മുറിയുന്ന സ്ഥലം. എന്നാൽ ആ ഒന്നല്ലാത്ത അപ്പുറമോ ഇപ്പുറമോ പരിസരത്തോ തൊട്ടുപോയാൽ ഒളു എടുക്കൽ സുന്നത്താണ്. ഒളു മുറിയില്ല, എടുക്കൽ സുന്നത്താണ്. സ്ത്രീകളെ സംബന്ധിച്ചും അവരുടെ മുൻദ്വാരമാണ്. ദ്വാരഭാഗത്തിൽ തന്നെ തൊട്ടെങ്കിലേ ഒളു മുറിയുകയുള്ളൂ. അതിന്റെയും പരിസരങ്ങളിൽ സ്പർശിച്ചു പോയാൽ ഒളുവെടുക്കൽ സുന്നത്താണ്, ഒളു മുറിയുകയില്ല. ഇത് മുൻദ്വാരം മാത്രമല്ല, പിൻദ്വാരവും ആണിനും പെണ്ണിനും ആ ദ്വാരങ്ങളിൽ തൊട്ടാൽ ഒളു മുറിയും എന്നത് കണിശമാണ്. ദ്വാരമല്ലാത്ത അതിന്റെ പരിസരങ്ങളിൽ തൊട്ടാൽ ഒളു മുറിയുകയില്ല. അത് ആശങ്ക തീർത്തങ്ങ് പഠിച്ചോ, അതിനകത്ത് പിന്നെ പ്രശ്നമില്ല. അപ്പൊ ഒളു മുറിയുന്നത് അവിടെയാണ്. മുൻകൈയിന്റെ പള്ള കൊണ്ട് തൊടണം. അത് ജീവിച്ചിരിക്കുന്ന ആളുടെ തൊട്ടാലും ഒളു മുറിയും, മരിച്ചുപോയ മയ്യത്തിന്റെ തൊട്ടാലും ഒളു മുറിയും. മയ്യത്ത് കുളിപ്പിച്ചാലും മയ്യത്തിന്റെ ഔറത്തിൽ തൊട്ടാൽ തൊട്ട ജീവിച്ചിരിക്കുന്നവന്റെ ഒളു മുറിയും. പക്ഷെ മയ്യത്തിന് എടുത്തു കൊടുത്ത ഒളു മുറിയുകയില്ല. മയ്യത്തിന്റെ ഒളു ഇനി ഒരു കാലത്ത് മുറിയില്ല. നമ്മൾ തട്ടിയവന്റെ മുറിയെന്നല്ലാതെ മയ്യത്തിന്റെ മുറിയുകയില്ല. അതുപോലെ ഔറത്ത് തൊടുമ്പോ തൊട്ടയാളിന്റെ ഒളുവേ മുറിയുകയുള്ളൂ, തൊടപ്പെട്ടയാളിന്റെ ഒളു മുറിയുകയില്ല. ഉദാഹരണം, നമ്മുടെ ഒരു കുട്ടി, ആ കുട്ടിക്ക് കഴുകി കൊടുക്കുകയാണ്. എന്നാൽ ഈ കഴുകി കൊടുക്കുന്ന ഉമ്മായുടെ ഒളുവേ മുറിയുള്ളൂ. ആ കുട്ടിക്ക് ഒളു ഉണ്ടെങ്കിൽ അവന്റെ ഒളു മുറിയില്ല. അവന്റെ ഒളു മുറിയണമെങ്കിൽ അവൻ ഔറത്തിൽ തൊടണം. അതാ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ
മുൻകൈയിന്റെ പള്ള കൊണ്ട് ഔറത്ത് തൊടുക എന്ന് പറഞ്ഞാൽ ആ ഔറത്തിന്റെ ഭാഗം, ഞാൻ അതാണ് പറഞ്ഞത്, ആ ഭാഗം മാത്രം തൊട്ടാലേ ഒതു മുറിയുകയുള്ളൂ. ബാക്കി അതിന്റെ പരിസരങ്ങളിൽ നമ്മുടെ കാലിന്റെ തൊടഭാഗത്തിന്റെ മേലെ അറ്റത്ത് തൊട്ടാലും ഒതുവെടുക്കൽ സുന്നത്താണ്, ഒതു മുറിയുകയില്ല. അത് നമ്മൾ പഠിച്ചു. അപ്പൊ മുൻകൈയിന്റെ പള്ള കൊണ്ട് മനുഷ്യന്റെ ഗുഹ്യസ്ഥാനത്ത് തൊടുക എന്ന് പറഞ്ഞാൽ ഇതാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അവസരമുണ്ടെങ്കിൽ സംശയം ചോദിക്കാൻ സമയം തരാം. പിന്നീട് അത് അത്രയും മനസ്സിലാക്കുക. പിന്നീട് നമ്മൾ മനസ്സിലാക്കാൻ വളരെ വിശദമായി പറയാൻ നമുക്ക് നേരെയില്ല, ഒരുപാട് കാര്യം പറയാൻ. പിന്നെ മനസ്സിലാക്കാനുള്ളത്, ഉറക്കം കൊണ്ടോ മറ്റോ ബുദ്ധിയുടെ ഓർമ്മ നീങ്ങുക. ഉറക്കം കൊണ്ടോ മറ്റോ ബുദ്ധിയുടെ ഓർമ്മ നീങ്ങുക എന്ന് പറഞ്ഞാൽ പല കാരണങ്ങളുണ്ടാവും. ചില ആളുകളുണ്ട്, ചില ഉമ്മമാരും തള്ളമാരും ഒക്കെ തന്നെയുണ്ട്, ഇങ്ങനെ ഒതുവെടുത്തിട്ടിരുന്ന് ദിക്ർ ചൊല്ലി 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 തൂങ്ങും. മഗ്‌രിബിനെടുക്കുന്ന ഓതു ഇശാടെ ബാങ്ക് ഇപ്പം വിളിക്കുമെന്നും പറഞ്ഞ് കുറെ നേരം തസ്ബീഹ് പിടിച്ചോണ്ടിരിക്കും. പിന്നെ അല്ലാഹ് പറഞ്ഞിട്ട് തെക്ക് വടക്കൊരു കടത്തയാ. ഇച്ചിരി കഴിയുമ്പോ മക്കൾ വന്ന് വിളിക്കും, ഉമ്മ ഇശാടെ ബാങ്ക് വിളിച്ചോ മോനെ, അല്ലാഹു അക്ബർ. കഥ കഴിഞ്ഞു. ഉമ്മയുടെ നിസ്കാരം പോയി, ബാപ്പാടെ ആരും പോയി. ചില ആളുകളുണ്ട്, വെള്ളിയാഴ്ച രാവിലെ ജുമയ്ക്ക് പള്ളിയിൽ പോകും, ഭയങ്കര സേട്ടതയാണ്. വെള്ളിയാഴ്ച വെളുപ്പിലേ ജുമയ്ക്ക് പോകുന്നവർക്ക് ഒട്ടകത്തിന് അറുത്തു കൊടുത്ത് കൂലി കിട്ടുമെന്നാണ്. അത്രയും നല്ല അമലാണ്. വെള്ളിയാഴ്ച രാവിലെ അങ്ങനെ പള്ളിയിൽ പോകും. അങ്ങനെ പള്ളിയിൽ പോയാൽ അവരിരുന്ന് കുറച്ചു നേരം ഖുർആനോതും, കുറച്ചു നേരം ദിക്ർ ചൊല്ലും, കുറച്ചു നേരം ആവുമ്പോൾ ക്ഷീണം വരും, അല്ലാഹ് പറഞ്ഞിട്ടും കിടക്കും. കിടന്നുറങ്ങുമ്പോ മുഖത്തിന് ബാങ്ക് വിളിക്കാൻ മാമ ബാങ്ക് വിളിക്കാറായി ഇരുന്ന് പിന്നെ ഇരുന്നുണ്ട് സുന്നത്തൊക്കെ ധിക്കരിച്ച് ജുമയൊക്കെ കഴിഞ്ഞിട്ട് ഉപ്പഞ്ഞ് വരും. ജുമയില്ല, ഒന്നുമില്ല, ഒതുവങ്ങ് മുറിഞ്ഞു. ഉറക്കം കൊണ്ടോ മറ്റോ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക എന്ന് പറഞ്ഞാൽ ചിലർക്കൊണ്ട് ജിന്ന് ഹാളറാവും, ചിലർക്ക് ശൈത്താൻ കൂടും, ചിലർക്ക് ബോധം എങ്ങനെയെങ്കിലും നഷ്ടപ്പെടും. എങ്ങനെ നഷ്ടപ്പെട്ടാലും പിന്നെ ഒതുവെടുക്കാതെ നിസ്കരിക്കരുത്. ഒരു സ്ത്രീ, പെണ്ണുങ്ങളുണ്ട്, പെട്ടെന്ന് എന്തെങ്കിലും കണ്ട് പേടിച്ചാൽ ചിലപ്പോൾ ബോധം കെട്ടുങ്ങി വീഴും. ഒതുവെടുത്തങ്ങനെ നിൽക്കുമ്പം കാണാം കൊച്ചുമോൻ ഓടിഞ്ഞോട്ട് വന്ന് കല്ലേ തട്ടി തെക്ക് വടക്കങ്ങ് വീണ് തല പൊട്ടി ചോരയൊലിച്ച്. ഇത് കണ്ടപ്പോ ഉമ്മ പടപടാന്നങ്ങ് വീണ്. ബോധക്കേട്. ഒതുവുള്ള ഉമ്മ നിക്കരിക്കാൻ എന്നതാണ്. പിന്നെ എല്ലാവരും തട്ടി തവി വെള്ളമൊക്കെ ഒഴിച്ച് മുപ്പിച്ച് ബാങ്ക് വിളിച്ച് എനിക്ക് ഒതുവുണ്ടായിരുന്നല്ലോ, എന്നാ പിന്നെ അങ്ങ് നിസ്കരിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ഉമ്മ അങ്ങ് നിസ്കരിക്കാൻ നിൽക്കും. പറ്റൂല. ബോധക്കേട് സംഭവിക്കലോടുകൂടെ ഉമ്മാന്റെ ഒതു മുറിഞ്ഞുപോയി. പിന്നെ വലിയ ചില സ്ഥലത്തൊക്കെ ചില ജിന്നുമ്മമാരുണ്ട്, ഒറ്റ ഒന്നിനെയും വിശ്വസിക്കരുത്. പെണ്ണുങ്ങൾക്ക് കൂടുന്ന ജിന്നൊക്കെ ശൈത്താനാണ്. പിന്നെ വലിയ വലിയ മഹതിയാണെന്നൊക്കെ നമുക്ക് പരിശോധിച്ച് നല്ല മസ്അലയും നല്ല നിയമമൊക്കെ അറിയുന്ന നല്ല ആലിമത്തായ ഏതെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ട, അതൊന്നും നമ്മളെ കേരളത്തിലൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഉണ്ടെങ്കിൽ തന്നെ ആലിമീങ്ങൾ പരിശോധിച്ച് സമ്മതിച്ചിട്ടേ ഉൾക്കൊള്ളാവും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താത്ത അവിടെ വന്നിരുന്നിട്ടും കൂടെ പിന്നെ കുറച്ച് കുലുങ്ങി, നമ്മുടെ നാട്ടിൽ 10 കൊല്ലം മുമ്പ് ഒരു ആട് ചത്തുപോയില്ലേ, ഏത് വീട്ടിൽ ആടിയാവാത്തത്, പിന്നെ കോഴി ചത്തില്ലേ, ചത്ത്, അതൊക്കെ ഒരു ശല്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തുള്ളിയിട്ട് ഇങ്ങനെ പറയും. ജിന്ന് കൂടി പറയും, ഇൻസ് കൂടി പറയും, റൂഹാനി കൂടി പറയും എന്നൊക്കെ പറയും. എന്നിട്ടോ അതൊക്കെ പറഞ്ഞിട്ട് ഈ താത്ത എന്നിട്ട് പറയും, ജിന്ന് അങ്ങ് ബഗ്ദാദിൽ നിന്ന് വരികയാണ്, മുഹീദ്ദീൻ ഷേഖിന്റെ ജിന്നാ വരുന്നത്, ഒളുവില്ലാതെ ജിന്ന് എന്റെ പുറത്ത് വരൂല. അങ്ങനെ ഒളുവൊക്കെ എടുത്ത് നല്ല റാഹത്ത് അത്രയൊക്കെ പൂശി ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ജിന്നിങ്ങനെ ഹാളറാവും, പറഞ്ഞിട്ട് ഇങ്ങനെ ഹാളറായി പറയാനല്ലൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ഒരു ബോധം കെട്ടിങ്ങനെ കിടന്ന് ജിന്നങ്ങ് പോകും. ജിന്നങ്ങ് പോകുമ്പോഴായിരിക്കും ബാങ്ക് വിളിക്കുന്നത്. അപ്പൊ ഈ മുത്തക്കയായ താത്തച്ചി ബാങ്ക് വിളിച്ചോ, എന്നാ അതിന് നിസ്കരിക്കാം. എന്തുവാ നേരത്തെ എടുത്ത് ഒതു കയ്യിലുണ്ടെന്നാ വിശ്വാസം. ഇല്ല, ഇവളുടെ ഓർമ്മ നഷ്ടപ്പെട്ടു. ജിന്നാണെങ്കിലും ഇനി ബഗ്ദാദിൽ നിന്ന് വന്നതാണെങ്കിൽ പോലും അവളുടെ ഓർമ്മ നഷ്ടപ്പെട്ടു, അവളുടെ ഒതു മുറിഞ്ഞു. ഇനി അവൾക്ക് നിസ്കരിക്കാൻ ഒതുവെടുക്കാതെ പറ്റില്ല. ആണിന് ജിന്നു കൂടിയാലും പെണ്ണിന് ജിന്നു കൂടിയാലും ശൈത്താൻ കൂടിയിട്ട് ചിലപ്പോൾ ഇങ്ങനെ വീഴും ആളുകൾ. ചിലപ്പോൾ പള്ളിയിൽ തന്നെ ബോധം കെട്ടി വീഴും. എല്ലാരും കൂടെ വന്ന് അവനെ ഒക്കെ തിളച്ചിട്ട് അവൻ കയറി ജമാഅത്തിന് നിസ്കരിക്കും. പള്ളി ബോധം കെട്ടി വീണവൻ റൂഹാനി കൂടി വീണവൻ, അല്ലെങ്കിൽ ശൈത്താൻ കൂടി വീണു, അല്ലെ ഒന്നുമില്ലെങ്കിലും ബോധം കെട്ടി വീണു. എല്ലാരും കൂടെ തട്ടിത്തടയി പോട്ടു മോനെ എന്നൊക്കെ പറഞ്ഞ് വെള്ളമൊക്കെ തുടയ്ക്കുമ്പോ ആ കുട്ടി കയറി നിസ്കരിക്കും. നിസ്കാരം ഉണ്ടോ? ഒന്നു മുറിഞ്ഞില്ലേ? അപ്പോ അവന്റെ ഓർമ്മ നഷ്ടപ്പെടൽ കൊണ്ട് അവന്റെ ഒതു മുറിഞ്ഞു. സുബ്ഹാനല്ലാഹ്, നമ്മൾ അറിയുന്നില്ല.
പിന്നെ ഒതു മുറിയുന്ന, അത് കൂടുതൽ വിശദീകരിക്കാനല്ല, ഓർമ്മ ഏതെങ്കിലും കാരണം വെച്ചാൽ ഇഞ്ചക്ഷൻ വെച്ചിട്ടോ, ബോധം കെട്ടിട്ടോ, ശൈത്താൻ കൂടിയിട്ടോ, മറിഞ്ഞു വീണിട്ടോ, ഏതെങ്കിലും രൂപത്തിൽ ഉറങ്ങിയിട്ടോ ബോധക്കേട് വന്നുപോയാൽ ഒതു മുറിഞ്ഞു. പിന്നെ അവിടെ ഇളവുള്ള ഒരു രൂപമുണ്ട്, അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നാളെ മോരിഞ്ഞ് അങ്ങനെ ഇരുന്ന് ഉറങ്ങിക്കളയോ എന്നൊരു പേടിയിരിക്കും. എന്നാലും ഞാൻ പറയാം. ഒതു മുറിയാത്തൊരു ഉറക്കമുണ്ട്. എന്താ? ഇരിപ്പ് സ്ഥാനം ഹിതമാക്കി ഇരുന്ന് ഉറങ്ങുക. ഇരിപ്പ് സ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൃഷ്ഠഭാഗത്ത് നിന്ന് ആരും സമ്മതമില്ലാതെ, ചോദിക്കാതെയും പറയാതെയും ഒന്നും ഇറങ്ങി പോകില്ലാത്ത രൂപത്തിൽ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് നല്ലവണ്ണം അമർന്ന് ഇരുന്ന് ഉറങ്ങാം. എന്നാ ഒതുമുറിയില്ല. ഇരുന്നുറങ്ങണം. കിടന്നുറങ്ങിയാൽ നമ്മുടെ എല്ലാ ബ്രേക്കും പൊട്ടും. പിന്നെ ഇനി പോകാൻ ആരും കാണൂല. ബാക്കി ഓതുവെല്ലാം എത്ര സെറ്റപ്പുള്ള ഓതുവും മുറിഞ്ഞു പോകും. ഇനി ഒരു പക്ഷേ പോയില്ല സങ്കല്പിച്ചാലും മതം പറയുന്നത് പോകത്തക്കവണ്ണം കിടന്നുറങ്ങിയാൽ ഓതു മുറിഞ്ഞുതാണ്. അപ്പൊ ഓതു പോയി. പിന്നെ ഇരിപ്പ് സ്ഥാനം ഹിതമാക്കിയിരുന്ന് നല്ലപോലെ ആരും ഒന്നും ഇറങ്ങി പോകാത്ത രൂപത്തിൽ സൗകര്യപ്പെടുത്തി ഭിത്തിയിലൊന്ന് ചാരിയിരുന്ന്, അല്ലെങ്കിൽ ചാരാതെ തന്നെ നല്ലവണ്ണം ചന്ദനക്കാലൊക്കെ പൊട്ടിയിട്ട് ഇരുന്ന് റാഹത്തായിട്ട് ഉറങ്ങിയത് മാത്രമല്ല, ഉറങ്ങിയിട്ട് എഴുന്നേക്കുമ്പോ ഇരുന്ന കണക്ക് തന്നെ ഇരിക്കുകയും വേണം. ഇരുന്നപ്പോ റെഡിയായിട്ടായിരുന്നേ, ഉറങ്ങി എഴുന്നേറ്റപ്പം കൊന്തക്കാലം പൊത്തിയിരിക്കും. എന്നാ അവന്റെ ഓതു മുറിഞ്ഞു. ഇനി അവന് ഓതുവില്ല. അപ്പൊ ഇരുന്ന കണക്ക് തന്നെ എഴുന്നേൽക്കുമ്പോഴും ഇരിപ്പുണ്ടെങ്കിൽ അവന്റെ ഓതു മുറിഞ്ഞിട്ടില്ല എന്ന് പരിഗണിക്കാമെന്നും അവൻ ഒതുവെടുക്കാതെ തന്നെ നിസ്കരിക്കാമെന്നും ഉണ്ട്. എന്നാലും ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഒതുവെടുക്കൽ സുന്നത്താണ്. അതിരിക്കട്ടെ. ഇനി പ്രധാനപ്പെട്ടൊരു വിഷയം, അന്യവരും വലിയവരുമായ സ്ത്രീ പുരുഷന്മാര് തമ്മിൽ തൊടുക എന്നതാണ്. അന്യവരും വലിയവരുമായ സ്ത്രീ പുരുഷന്മാര് തമ്മിൽ തൊട്ടാൽ ഒതു മുറിഞ്ഞുപോയി. ആദ്യമേ അങ്ങ് പറയാം, വലിയവര് തമ്മിലായിരിക്കണം. അതിന്റെ അർത്ഥം, ഒരു വലിയ ആള് ഒരു കൊച്ചു പെൺകുട്ടിയെ തൊട്ടു, ഒതു മുറിയില്ല. ഒരു വലിയ താത്ത ഒരു കൊച്ചു ആൺകുട്ടിയെ തൊട്ടു, ഒതു മുറിയില്ല. എവിടാണ്? നേരത്തെ പറഞ്ഞിടത്തല്ല. നേരത്തെ പറഞ്ഞിടത്ത് തൊട്ടാ ഉമ്മ തൊട്ടാലും ഒതു മുറിയും. അവറത്തിലല്ല, അല്ലാത്ത കയ്യിലോ കാലിലോ തട്ടിയാൽ ഒതു മുറിയില്ല. അപ്പോ ഇനി ഇപ്പം വലിയവരും ചെറിയവരുമായി പോയി, എന്നാ ഒതു മുറിയില്ല. രണ്ടുപേരും ചെറിയവരായി, എന്നാലും ഒതു മുറിയില്ല. 7 വയസ്സുള്ളൊരു കുഞ്ഞ് 7 വയസ്സുള്ളൊരു കുട്ടിയെ തൊട്ടു. 10 വയസ്സുള്ള ഒരു ആഞ്ചെറുക്കൻ 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ തൊട്ടു. അവിടെ ഈ പെൺകുട്ടി പ്രായപൂർത്തിയാകാത്ത കുട്ടിയാകണം ഒന്നുകിൽ, അല്ലെങ്കിൽ പ്രായപൂർത്തി ആയിട്ടില്ല, പക്ഷെ കണ്ടാൽ ഒരാൾ ആഗ്രഹിക്കത്തക്ക ശരീരഘടനയുണ്ടെങ്കിൽ ആ കുട്ടിയെ തൊട്ടാൽ ഒതു മുറിയും. പ്രായപൂർത്തി ആയില്ലെങ്കിലും ആ കുട്ടിയെ തൊട്ടാൽ ഒതു മുറിയും. കണ്ടാൽ ആഗ്രഹിക്കുന്ന പ്രായമുള്ള ആണ്, കണ്ടാൽ ആഗ്രഹിക്കുന്ന പ്രായമുള്ള പെൺകുട്ടിയായി അവര് സത്യത്തിൽ പ്രായപൂർത്തിയായിട്ടില്ല, എന്നാലും തൊട്ടാൽ ഒതു മുറിയും. ഇനി അന്യവരാണോ നോക്കാം. സ്വന്തക്കാരാണെങ്കിൽ കുഴപ്പമില്ല. വലിയൊരാങ്ങള വലിയൊരു പെങ്ങളെ തൊട്ടു, ഒതു മുറിയില്ല. വലിയൊരു ഉമ്മ വലിയൊരു മോനെ തൊട്ടു, ഒതു മുറിയില്ല. വലിയൊരു വാപ്പ വലിയൊരു മോളെ തൊട്ടു, ഒതു മുറിയില്ല. ഇങ്ങനെ ബാപ്പയും മക്കളും ഉമ്മയും മക്കളും ആങ്ങളയും പെങ്ങളും തമ്മിൽ തൊട്ടാൽ ഒതു മുറിയുകയില്ല. ആങ്ങള എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലൊക്കെ കുറെ ആങ്ങളമാരുണ്ട്. ഏതാ? കൊച്ചാപ്പാട മോൻ. അവനെ ആങ്ങളാന്നാ വിളിക്കുന്നത്, കാക്കാന്നാ വിളിക്കുന്നത്. അത് വിളിയിലേ ഉള്ളു മോളെ, അത് സഹോദരൻ അല്ല. കൊച്ചാപ്പാട മോനെ നിക്കാഹ് കഴിക്കൽ അനുവദനീയമാണ്, അതോടൊപ്പം കറാഹത്തുമാണ്. അറബികളിൽ കൂടുതലും കൊച്ചാപ്പ മൂത്താപ്പമാരെ മക്കള് തമ്മിലാണ് കല്യാണം. നമ്മുടെ നാട്ടിൽ അപ്പച്ചിയുടെ മോളെ കെട്ടുന്നത് പോലാണ് അറബികൾ കൊച്ചാപ്പാട മോളെ കെട്ടുന്നത്. അപ്പൊ ഇത് രണ്ടും മഹറമല്ല, കെട്ടൽ അനുവദനീയമായവരാണ്. പക്ഷേ അപ്പച്ചിയുടെ മോളക്കെട്ടൽ കറാഹത്തായതുപോലെ കൊച്ചാപ്പാട മോളക്കെട്ടലും കറാഹത്താണ്. ഒരു ദറജയെ ഉണ്ടായിട്ടുള്ളൂ. കൊച്ചാപ്പാടെ മോളെ കെട്ടൽ സുന്നത്താണ്.
അപ്പച്ചിയുടെ മോളെക്കെട്ടൽ സുന്നത്താണ്. അപ്പച്ചിയുടെ നേരെ മോളെക്കെട്ടൽ കറാഹത്ത്, മോളെക്കെട്ടൽ സുന്നത്ത്. അങ്ങനെ എവിടെങ്കിലും പരുവോ നമുക്ക് കെട്ടത്തക്ക യോഗ്യത ഉണ്ടെങ്കിൽ നോക്കി വെച്ചോളിയും, കുഴപ്പമില്ല. അപ്പോ ഈ രൂപത്തിൽ ഇങ്ങനെ ഇവരൊക്കെ മഹറമുകൾ അല്ല. വിളിക്കുന്നത് എന്റെ ഇക്ക എന്നാണ്. കാരണം മൂത്താപ്പാടെ മോനാണ്, കൊച്ചാപ്പാടെ മോനാണ്, വിളിക്കുന്നത് ഇക്ക എന്നാണ്. പക്ഷെ ആ ഇക്ക തൊട്ടാൽ ഒതുവങ്ങ് മുറിയും. വലിയവരും അന്യവരും വലിയവരുമാണ് അവർ, തൊട്ടാൽ ഒന്ന് മുറിയും. അതുപോലെ നമ്മൾ കൊച്ചാപ്പാന്ന് വിളിക്കുന്ന ഒരാളുണ്ട്. ആരാ? കൊച്ചുമ്മാടെ കെട്ടിയവൻ. കൊച്ചുമ്മാടെ കെട്ടിയവനെ വിളിക്കുന്നത് കൊച്ചാപ്പ. അയാളെ തൊട്ടാൽ ഒതുവങ്ങ് മുറിയും. നമ്മളെ വാപ്പാടെ അനുജൻ കൊച്ചാപ്പയാണ് സാക്ഷാൽ കൊച്ചാപ്പ. അദ്ദേഹത്തെ തൊട്ടാൽ ഒന്നും മുറിയില്ല. കൊച്ചാപ്പയെ മുത്താപ്പയെ തൊട്ടാൽ ഒന്നും മുറിയില്ല. അവരെ മക്കളെ തൊട്ടാൽ ഒന്നും മുറിയില്ല. ഇത് കൊച്ചാപ്പ എന്നാ വിളിക്കുന്നത്. അന്വേഷിച്ച് നോക്കിയപ്പോഴോ കൊച്ചുമ്മാടെ കെട്ടിയവൻ ആസ്ട്രേലിയയിൽ നിന്ന് വന്നതാ. അയാളെ പിന്നെ ഇവളെങ്ങനെ തൊട്ടാ ഒന്നും മുറിയായിരിക്കുക? അപ്പൊ അതുകൊണ്ട് കൊച്ചാപ്പാടെ മോനെ, കൊച്ചുമ്മാടെ ഭർത്താവാകുന്ന കൊച്ചാപ്പയെ തൊട്ടാൽ ഒന്നും മുറിയും. മൂത്തുമ്മാടെ ഭർത്താവാകുന്ന മൂത്താപ്പയെ തൊട്ടാൽ ഒന്നും മുറിയും. അപ്പോ ആ വിധത്തിലുള്ള ബന്ധങ്ങളൊക്കെയായി. പിന്നെ നമ്മൾ ബാപ്പായുടെ സഹോദരിമാരും സഹോദരന്മാരും അവരെ തൊട്ടാ ഒന്നും മുറിയൂല. ബാപ്പാടെ സഹോദരങ്ങൾ, ബാപ്പാടെ സഹോദരിമാർ അവരെ തൊട്ടു ഒന്നും മുറിയില്ല. അവരെ മക്കളെ തൊട്ടു ഒന്നും മുറിയും. ഇതുപോലെ ഉമ്മായുടെ ആങ്ങളമാര്, ഉമ്മായുടെ അനിയത്തി ചേട്ടത്തിമാര്, അവരെ ഈ ആഞ്ചെറുക്കിന് തൊടാം, ഒന്നും മുറിയില്ല. അവരുടെ മക്കള് തൊട്ടാ ഒന്നും മുറിയും. അവരെ തൊട്ടാ ഒന്നും മുറിയും. ഇതുപോലെ ഉമ്മാടെ ഉമ്മ അവരെ ആരെ തൊട്ടാലും ഒന്നും മുറിയില്ല. ഇതുപോലെ മകളെ തൊട്ടാൽ ഒന്നും മുറിയില്ല. മകളുടെ മകള് അവരെ ആരെയും തൊട്ടാൽ ഒന്നും മുറിയില്ല. മകന്റെ മകൻ അവരെ ആരെയും തൊട്ടാൽ ഒന്നും മുറിയില്ല. അതുപോലെ മരുമക്കൾ. ആരാ മരുമക്കള്? എന്റെ മകളെ കെട്ടിച്ചു ഭർത്താവ്. ആ ഭർത്താവ് എന്റെ മോനാണ്, എന്റെ ഭാര്യയുടെയും മോനാണ്. എനിക്ക് അവനെ കാണാവുന്നത് പോലെ എന്റെ ഭാര്യയ്ക്ക് അവനെ കാണാം. മരുമകനാണ്, സ്വന്തം മരുമകൻ. കാണാമെന്ന് മാത്രമല്ല, ഈ മരുമകൻ എന്റെ ഭാര്യയെ തൊട്ടാൽ ഒളു മുറിയുകയില്ല. ജാമാതാവ് എന്നാ മലയാളത്തിൽ പറയുന്നത്. ജാമാതാവ് മരുമകന് പറയുന്ന ഒരു പ്രയോഗമാണ് ജാമാതാവ്. ജാമാതാവ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പെണ്ണുങ്ങളുടെ പേരാണ്. നല്ല, ഈ ആഞ്ചെറുക്കിന് പറയുന്ന പേരാണ് ജാമാതാവ്. എന്താ അർത്ഥം? ജായയെ മാതാവാക്കിയവൻ. ജായ എന്ന് പറഞ്ഞാൽ ഭാര്യ, ജായാപതികൾ എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും എന്നാണ് അർത്ഥം. അപ്പൊ ജായ എന്ന് പറഞ്ഞാൽ ഭാര്യ. എന്റെ ഭാര്യയെ സാക്ഷാൽ മാതാവാക്കിയവനാണ് അവൻ, അഥവാ എന്റെ ഭാര്യയെ ഉമ്മയാക്കി സ്വീകരിച്ചവനാണ്. ആ പദം അക്ഷരാർത്ഥത്തിൽ സ്വീകരിച്ചതാണ് ഇസ്ലാം. അപ്പൊ അവന്റെ സാക്ഷാൽ ഉമ്മയുടെ സ്ഥാനത്താണ് എന്റെ ഭാര്യ. അപ്പൊ എന്റെ ഭാര്യയെ അവന്റെ ഭാര്യയുടെ ഉമ്മ എന്ന നിലയിൽ അവന്റെയും ഉമ്മയാണ്. കാണുകയും ചെയ്യാം, തൊടുകയും ചെയ്യാം. പക്ഷെ എന്റെ ഭാര്യയ്ക്കേ തൊടാൻ പാടുള്ളൂ. എന്റെ ഭാര്യയുടെ അനിയത്തിക്കോ എന്റെ ഭാര്യയുടെ ചേട്ടത്തിക്കോ അയാളെ കാണാനും പാടില്ല, അയാളെ തൊടാനും പാടില്ല. അതുപോലെ എന്റെ ഭാര്യയുടെ അനിയത്തി എനിക്ക് കാണാൻ പാടില്ല. എന്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തി എനിക്ക് കാണാൻ പാടില്ല. എന്റെ ഭാര്യയെ കാണാനേ പാടുള്ളൂ, തൊട്ടുപോയാൽ ഒതു മുറിയും. അതുപോലെ ഞാനാകുന്ന ഭർത്താവ് എന്ന നിലയിൽ എന്റെ ഭാര്യയ്ക്ക് എന്നെ കാണാനേ പാടുള്ളൂ. എന്റെ ഭാര്യ എന്നെ തൊട്ടാൽ അവൾ ഒതുവങ്ങ് മുറിയും, എന്റെയും ഒതു മുറിയും. എന്റെ ജ്യേഷ്ഠനെ എന്റെ ഭാര്യയ്ക്ക് കാണാൻ പാടില്ല. എന്റെ അനുജനെ എന്റെ ഭാര്യയ്ക്ക് കാണാൻ പാടില്ല. എന്റെ ജ്യേഷ്ഠനും അനുജനും ഒന്നും എന്റെ ഭാര്യയ്ക്ക് കാണാൻ പാടില്ല.
ഏട്ടത്തി അനുജത്തി എന്നും പറഞ്ഞ് കാണാൻ പാടില്ല. അങ്ങനത്തെ ബന്ധങ്ങളൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഒരു വീട്ടിൽ ഒന്നിച്ചു താമസിച്ചാലും അവരെ നോക്കാനും കാണാനും പാടില്ല. സംസാരിച്ചോ വിരോധമില്ല. മുഖത്ത് നോക്കാതെ കാണാതെ മറയുടെ പിന്നിൽ നിന്ന് സംസാരിച്ചോ വിരോധമില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. ഓ നബിയേ, അവിടുത്തെ ഭാര്യമാര് ലോകത്തുള്ള മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. അങ്ങയുടെ ഭാര്യമാര് മുഅ്മിനീങ്ങളുടെ മാതാക്കളാണ്. പക്ഷേ കാണാൻ പാടില്ല, തൊടാനും പാടില്ല. വൈദാ സഅൽതുമൂഹുന്ന മതാഅൻ, നബിയുടെ ഭാര്യമാരോട് എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സഹാബാക്കൾ ചെന്നാൽ ഫസ്അലൂഹുന്ന, അവരോട് ചോദിക്കണം, മിൻ വറാഇ ഹിജാബ്, ഒരു ഹിജാബിന്റെ പിറകിൽ നിന്ന്, ഒരു മറയുടെ പിന്നിൽ നിന്ന് നബിയുടെ ഭാര്യമാരാകുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോട് ചോദിക്കാൻ പാടുള്ളൂ. നബിയേ, ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ കാണൽ ഹറാമാക്കിയിരിക്കുന്നു. നബിയേ, ഖുല്ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളാകുന്ന പുരുഷന്മാരോട് പറയണം, യഗുള്ളൂ മിൻ അബ്സാരിഹിം, പെണ്ണുങ്ങളെ നിങ്ങൾ നോക്കരുത്, നിങ്ങളുടെ കണ്ണുകൾ ചായ്ക്കണം, അടച്ചു പിടിക്കണമെന്ന് ആണുങ്ങളോട് പറയണം. നബിയേ, അതേ ഖുർആൻ പറയുന്നു, വഖുല്ലിൽ മുഅ്മിനാത്തി, മുഅ്മിനാത്തുകളാകുന്ന പെണ്ണുങ്ങളോട് പറയണം നബിയേ, യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, ഓ പെണ്ണുങ്ങളെ, ആണുങ്ങളെ നോക്കാതെ കണ്ണുകൾ അടച്ചു പിടിക്കണമേ എന്ന് പെണ്ണുങ്ങളോട് പറയണം നബിയേ. ഇങ്ങനെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ പരിചരിപ്പിച്ചു. പരിശുദ്ധ ഖുർആൻ അത് നിർദ്ദേശിച്ചു. അതുകൊണ്ടല്ലേ നമ്മൾ പോലും വഅദ് മജ്ലിസുകളിൽ പോലും ആണിനെയും പെണ്ണിനെയും മുജാഹിദുകൾ ഒരുമിപ്പിച്ചിരുത്തുന്നത് പോലെ, ജമാഅത്തെ ഇസ്ലാമി ഒരുമിപ്പിച്ചിരുത്തുന്നത് പോലെ പരിശുദ്ധ ഖുർആനിനെ പരസ്യമായി മാറ്റിത്തിരുത്തുന്ന ഇത്തരം വ്യക്തികൾ ഇതിലക്കമർത്തിയതുപോലെ നമ്മൾ സമ്മതിക്കാത്തതും നമ്മൾ അനുവദിക്കാത്തതും ഖുർആനിന്റെ സന്ദേശം അതായതുകൊണ്ടല്ലേ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാൻ സുദീർഘമായി പറഞ്ഞു പോയാൽ എങ്ങും നമുക്ക് എത്തിച്ചേരാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുന്നു, അന്യവരും വലിയവരുമായ സ്ത്രീ പുരുഷന്മാര് തമ്മിൽ തൊട്ടാൽ വുളൂ മുറിയുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു വെച്ച ശൃംഖലയിൽപ്പെട്ട ആരെങ്കിലും തട്ടിപ്പോയാൽ, മുട്ടിപ്പോയാൽ, അറിഞ്ഞുകൊണ്ട് തട്ടിയാലും അറിയാതെ തട്ടിപ്പോയാലും വുളൂ മുറിഞ്ഞതു തന്നെ. മുറിയാതിരിക്കണമെങ്കിൽ പിന്നെ മറയിട്ടുകൊണ്ട് തൊട്ടാൽ വുളൂ മുറിയില്ല. ഒരു മറയിട്ടുകൊണ്ട് തൊട്ടേക്കണം, വുളൂ മുറിയില്ല. എന്റെ ഭാര്യയുടെ കയ്യിലിരിക്കുന്ന പൈസ എനിക്ക് എടുക്കണം. പക്ഷേ എടുത്താൽ കയ്യിൽ തട്ടിപ്പോകുമോ എന്ന് പേടിച്ചാൽ മുട്ടിയാൽ ഒതു മുറിയുമല്ലോ. അപ്പോ ഞാൻ എന്ത് ചെയ്യണം? എന്റെ കയ്യിൽ ഒരു ലേസോ ടവലോ മറ പിടിക്കണം. എന്നിട്ട് അവളുടെ കയ്യിലുള്ള പൈസയും എടുക്കണം. എന്നാൽ ഒതു മുറിയാതെ എടുക്കാം. എന്റെ ഭാര്യ എന്തോ കുസൃതി കാണിച്ചു, നല്ലൊരു നുള്ളു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ നുള്ളിയാൽ ഒന്നു മുറിയും. അതുകൊണ്ട് അവൾ വസ്ത്രം ധരിച്ച ഭാഗത്ത് നുള്ളിക്കോ, ഒന്നു മുറിയില്ല. വസ്ത്രം ധരിക്കാത്ത ഭാഗത്ത് നുള്ളുന്നുണ്ടെങ്കിൽ കയ്യിലൊരു ലേസിട്ടിട്ട് നുള്ളിക്കോ, ഒതു മുറിയില്ല. അപ്പോ അവരെ ഒതു മുറിയാതെ നമുക്ക് തൊടണമെങ്കിൽ ഒരു മറ ഉപയോഗിക്കണമെന്ന് അർത്ഥം. ഇങ്ങനെ വേണം നമ്മൾ ദീനിന്റെ ശിക്ഷണത്തിൽ ഒതു കാത്തു സൂക്ഷിക്കാൻ. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, സമയം തരാം ഉണ്ടെങ്കിൽ. പിന്നെ എനിക്ക് നിങ്ങളോട് നാലാമത്തൊരു കാര്യം പറയാനുള്ളത്, ഒതു മുറിയുന്ന നാലാമത്തൊരു കാര്യം, മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ എന്തെങ്കിലും വസ്തുക്കൾ പുറപ്പെട്ടാൽ ഒതു അങ്ങ് മുറിഞ്ഞു.
മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ എന്തെങ്കിലും ഒരു വസ്തു എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം എന്ന കുളി നിർബന്ധമാകുന്ന കാര്യത്തെ ഉലമാക്കൾ മാറ്റിവെച്ചിട്ടുണ്ട്. അതല്ലാത്ത എന്തെങ്കിലും ഒരു വസ്തു പുറപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തായാലും മതി. പക്ഷെ പുറപ്പെടുന്നത് മുൻദ്വാരത്തിലൂടെയാകണം. മുൻദ്വാരം ഒരാൾക്ക് അടഞ്ഞുപോയാലോ, പൊക്കിളിന്റെ താഴെ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ ദ്വാരമിട്ടാൽ ആ ദ്വാരത്തിലൂടെ പുറപ്പെട്ടാലും ഒളു മുറിയും. പൊക്കിളിന്റെ മുകളിലിട്ടാൽ അത് ഒരുപാട് ചർച്ചയ്ക്ക് വിധേയമാണ്. അതിപ്പോൾ ഞാൻ പറയുന്നില്ല. പൊക്കിളിന്റെ താഴെയുള്ള ദ്വാരത്തിലൂടെ സാധാരണയുള്ള ദ്വാരമാണെങ്കിലും അല്ലാതെ ടെക്നിക്കല ഇട്ട ദ്വാരമാണെങ്കിലും അതിലൂടെ പുറപ്പെട്ടാൽ ഒളു മുറിയും. മൂത്രം തന്നെ ആകണമെന്നില്ല, കാഷ്ടം തന്നെയാകണമെന്നില്ല. ഒരാള് ഗൾഫിൽ നിന്ന് വരാൻ നേരത്ത് കസ്റ്റംസ് പിടിക്കുമെന്ന് വിചാരിച്ചൊരു കോയിൻ അങ്ങ് വിഴുങ്ങി ഇവിടെ വന്നിട്ട് ബാത്റൂമിൽ നിന്ന് എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ആ കോയിൻ പുറത്തു വന്നാലും ഒളു അങ്ങ് മുറിയും. ഗോൾഡ് ആണെന്ന് വിചാരിച്ച് ഒളു മുറിയാതിരിക്കില്ല. ഇനി ഒരു ചരൽക്കല്ല് എങ്ങനെയോ വയറ്റിൽ പെട്ടുപോയി, അതിങ്ങ് പുറത്തുപോയി, ഒളു മുറിയും. സ്റ്റോണിന്റെ അസുഖമുള്ള ആള് സ്റ്റോൺ അത് മാത്രം ഇങ്ങ് തെറിച്ചുപോയി, ഒളു മുറിഞ്ഞു. ഇനി ഒന്നും വേണ്ട, ഈ കൃമിശല്യമുള്ളവരുണ്ടല്ലോ, നമ്മളിപ്പോ മസാല പറയല്ലേ, ഇനി കൃമിയാണെന്ന് വിചാരിച്ച് ആദരവോടെ പറയാൻ പറ്റും. അപ്പോ ഈ കൃമിശല്യമുള്ള ആളുകൾ, ആ കൃമി ഇങ്ങ് പുറത്തേക്ക് പോയാലും ഒളു മുറിഞ്ഞു. ഇനി പുറത്തേക്ക് പോണോന്നൊന്നുമില്ല, മൂപ്പർക്ക് ദുനിയാവൊന്ന് കണ്ടാ കൊള്ളാന്ന് പറയാൻ ആഗ്രഹം. അങ്ങനെ വന്ന് തലയിട്ട് ലോകമൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടില്ല, മൂപ്പരങ്ങ് തിരിച്ചു കയറിപ്പോയി, എന്നാലും ഒളു മുറിഞ്ഞു. അപ്പോ അതുപോലത്തെ എന്തെങ്കിലും വര ശല്യം അതൊക്കെ പുറത്തു ചാടി ഒളു മുറിഞ്ഞു. ബാസൂർ മൂലക്കുരുവിന്റെ അസുഖമുള്ളവർ, കുരു പൊട്ടി രക്തം പുറത്തു ചാടി ഒളു മുറിഞ്ഞു. അങ്ങനെ മൂത്രമാകട്ടെ, സ്ത്രീകൾക്ക് വെള്ളപോക്കെന്നും പറഞ്ഞ രസമുണ്ട്. അത് അങ്ങ് വയറ്റിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഉള്ളിൽ നിന്ന് വരുന്നതാണെങ്കിൽ അത് പുറത്തേക്ക് പോയാൽ ഒളു മുറിഞ്ഞു. അതല്ലാതെ വിയർപ്പോ നനവോ അങ്ങ് ഉള്ളിൽ നിന്ന് വരുന്നതല്ലാതെ പുറത്തു നിന്ന് ഒലിക്കുന്ന എന്തെങ്കിലും വിയർപ്പ് പോലത്തെ ദ്രാവകമോ അസുഖമോ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒളു മുറിയില്ല. പക്ഷെ വെള്ളപോക്ക് ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതായതുകൊണ്ട് അത് പുറപ്പെട്ടാൽ ഒളു മുറിയും. അപ്പോ ഗ്യാസ് സാധനങ്ങള് അത് സാധാരണ പുറപ്പെടുന്നതാണെങ്കിലും അസാധാരണ പുറപ്പെടുന്നതാണെങ്കിലും അത്തരം സാധനങ്ങൾ പുറപ്പെട്ടു പോയാൽ ഒളു മുറിഞ്ഞു. ഇനി ഒളു എടുത്തിട്ടേ നിസ്കരിക്കാൻ പാടുള്ളൂ. പിന്നെ ഇസ്ലാം അനുവദിച്ചത് എന്താ? മൂത്രം ഇങ്ങനെ പോകുന്ന ശല്യമുള്ള ആളുകൾ, അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഉള്ള സഹോദരിമാർ, ബ്ലീഡിങ് ഹൈലിന്റെ പീരീഡ് മുൻകാലത്ത് കണക്ക് അറിയുന്ന സ്ത്രീകൾ ആ മുൻകാലത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ദിവസം മാത്രം ഹൈലായി പരിഗണിക്കുകയും, ഉദാഹരണം പറഞ്ഞാൽ മുഹറം മാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയാണ് ഈ സ്ത്രീക്ക് ഹൈല് പുറപ്പെടാറുള്ളത്. സഫർ മാസവും അങ്ങനെ തന്നെ. എന്നാൽ പിന്നെ അടുത്തൊരു മാസം ഈ സ്ത്രീക്ക് ബ്ലീഡിങ് തുടങ്ങി. ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ 15 ദിവസവും മറികടക്കുമ്പോഴേ ബ്ലീഡിങ് എന്ന് പറയുകയുള്ളൂ. 15 ദിവസത്തിന്റെ ഉള്ളിൽ ദിവസം കുറഞ്ഞാലും ദിവസം കൂടിയാലും ഒക്കെ ഹൈള് തന്നെ, മെൻസസ് തന്നെ എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടി പറയാം, ഒരു സ്ത്രീക്ക് ഒരു മാസം 5 ദിവസം പുറപ്പെട്ടു, 5 ദിവസം ഹൈള് തന്നെ. പിറ്റേ മാസമായപ്പോ 7 ദിവസം പുറപ്പെട്ടു, 7 ദിവസം ഹൈള് തന്നെ. പിന്നേ ദിവസം ഒരു 9 ദിവസം പുറപ്പെട്ടു, 9 ദിവസം ഹൈള് തന്നെ. പിറ്റേ മാസം വീണ്ടും 5 ദിവസമായി, 5 ദിവസം ഹൈളുള്ളൂ. പിന്നൊരു മാസം 8 ദിവസമായി, അത്രേ ആയതുള്ളൂ. പിന്നെ ദിവസം 13, പിന്നെ ദിവസം 14, പിന്നൊരു ദിവസം അന്തവും ഇല്ല അറുതിയില്ല, ദാ പടച്ചവനെ 30 ദിവസവും. ഇങ്ങനെ പുറപ്പെട്ടാൽ 15 ദിവസത്തിന്റെ ഉള്ളിൽ കുറയുകയോ കൂടുകയോ, ബ്ലഡിന്റെ നിറം വ്യത്യാസപ്പെടുകയോ, ചുമപ്പോ കറുപ്പോ മഞ്ഞയോ ഗോൾഡോ എന്ത് കളറായാലും മാറിയും തിരിഞ്ഞും പുറപ്പെട്ടാലും അതെല്ലാം ഹൈള് തന്നെ.
ആ പുറപ്പെടുന്ന ദിവസങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും ഒരു ദിവസം പുറപ്പെടാതിരുന്നാൽ ആ ദിവസവും ഹൈദ് തന്നെ. വ്യാഴാഴ്ച രാവിലെ പുറപ്പെട്ടിട്ട് പിന്നെ ഞായറാഴ്ചയാ പുറപ്പെടുന്നത്, വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഇല്ല, എന്നാലും അത് ഹൈദ് തന്നെ. അതിന്റെ കുളിയുടെ മസല ഞാൻ പറയാൻ വെച്ചിരുന്നതാണ്, പക്ഷെ ഇവിടെ ബ്ലീഡിങ് വന്നതുകൊണ്ട് ഞാനത് ഇവിടെ കയറ്റി പറയുകയാണ്. അപ്പോ ഒരു സ്ത്രീ ഹൈളായി പരിഗണിക്കണമെങ്കിൽ 1-2 കാര്യങ്ങൾ അറിയാം. ഒന്ന്, ആ സ്ത്രീക്ക് പുറപ്പെടുന്ന രക്തം പുറപ്പെട്ട സമയം കണക്കുകൂട്ടിയാൽ 24 മണിക്കൂറിൽ കുറയരുത്. 24 മണിക്കൂറിൽ കുറവേ ഉള്ളൂ. ദിവസം ഒരുപാടെടുത്തു എന്നാലും അത് ഹൈള് അല്ല. ആ സ്ത്രീ നിസ്കാരം മുടക്കാൻ പാടില്ല. ആ സ്ത്രീക്ക് കുളി നിർബന്ധവും ഇല്ല. ഉദാഹരണം പറയാം. ഒരു സ്ത്രീക്ക് 1-ാം തീയതി തിങ്കളാഴ്ച 2 മണിക്കൂർ രക്തം ഇടവിട്ട് പുറപ്പെട്ടു. ആ 2 മണിക്കൂറെ ആ ദിവസം പോയിട്ടുള്ളൂ. പിറ്റേ ദിവസം ചൊവ്വാഴ്ച വീണ്ടും പുറപ്പെട്ടു, അതൊരു 3 മണിക്കൂർ പുറപ്പെട്ടു. അത് എഴുതി വെക്കണം. പിന്നെ ആ ദിവസം പുറപ്പെട്ടിട്ടില്ല. ബുധനാഴ്ച വീണ്ടും ഒരു 4 മണിക്കൂർ പുറപ്പെട്ടു, അതും എഴുതി വെക്കണം. പിറ്റേന്ന് വീണ്ടും 1 മണിക്കൂറേ ഉള്ളൂ. വീണ്ടും പിറ്റേന്ന് 2 മണിക്കൂർ, പിന്നൊരു ദിവസം 3 മണിക്കൂർ, പിന്നെ ഇല്ല. അപ്പൊ ദിവസം 7 ദിവസമായി. പക്ഷെ 7 ദിവസം കൂടെ കണക്കൂട്ടുമ്പോ 16 മണിക്കൂറേ ആയിട്ടുള്ളൂ. ഈ 16 മണിക്കൂർ രക്തം പുറപ്പെട്ടത് കൊണ്ട് അവൾ അശുദ്ധിക്കാരിയല്ല, അവൾക്ക് അശുദ്ധിയില്ല, അവൾക്ക് നിസ്കാരം മുടക്കാൻ പാടില്ല. പിന്നെ പരിശോധിക്കാൻ വേണ്ടി നിസ്കാരം മുടക്കാം. ഇത് അശുദ്ധിയാണോ, എന്റെ ബ്ലഡ് എവിടം വരെ എത്തുമെന്ന് നേരത്തെ കണക്കൂട്ടലില്ലല്ലോ, 24 മണിക്കൂർ വരുമോ, പരിശോധനയ്ക്ക് വേണ്ടി നിസ്കാരം സ്റ്റേ ചെയ്യാം. പക്ഷേ അല്ലാന്ന് ബോധ്യപ്പെട്ടാൽ അവൾ ആ നിസ്കാരം മുഴുവൻ മടക്കണം, ഖളാ വിട്ടണം, നിർബന്ധമാണ്. ചിലപ്പോ പ്രായം കഴിഞ്ഞ 50, 60 ഒക്കെ വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവാം. ബ്ലഡ് പുറപ്പെടും, പക്ഷേ ഈ പറയപ്പെട്ട നിബന്ധനയൊത്ത് 24 മണിക്കൂർ ഉണ്ടാകണമെന്നില്ല. ഒരു 5 മണിക്കൂർ, ഒരു 10 മണിക്കൂർ, ഒരു 20 മണിക്കൂർ, 23 മണിക്കൂർ, 23:55 എന്നാലും അവൾ ഹൈളുകാരിയല്ല. ഇമാം മഹല്ലി തന്റെ കിതാബുൽ മഹല്ലിയിൽ വളരെ ഗൗരവമായി വിശദമായി പറയുന്നു. ഇബ്നു ഹജർ ഹൈതമി തന്റെ തുഹ്ഫയിൽ വ്യക്തമായി കണിശമായി പറയുന്നു, അവൾ ഹൈളുകാരിയല്ല. അപ്പൊ ഹൈള് രക്തമായി മെൻസസായി പരിഗണിക്കണമെങ്കിൽ 24 മണിക്കൂർ സമയം ബ്ലഡിന്റെ നനവുണ്ടാകണം, എന്നാലേ അവൾ ഹൈളുകാരിയാകുന്നു. അല്ലെങ്കിൽ 1 മാസം പരിശോധിക്കുക, നിസ്കാരം പെൻഡിങ്ങിൽ വെക്കുക. അടുത്ത മാസവും അങ്ങനെ തന്നെ ആണെങ്കിൽ നിസ്കാരം പെൻഡിങ് വെക്കണ്ട. ആദ്യത്തെ ദിവസം തന്നെ 2 മണിക്കൂർ ബ്ലഡ് കണ്ടു, മനസ്സിലായി ഇത് കഴിഞ്ഞ മാസത്തെ മോഡലാണ്, നമ്മളെ പറ്റിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, മൂത്രിച്ച് കഴുകുന്നത് പോലെ കഴുകി വൃത്തിയാക്കി സമയാസമയങ്ങളിൽ നിസ്കരിക്കുക. പിറ്റേന്നും പുറപ്പെടുമോ, പുറപ്പെട്ടോട്ടെ, മൂത്രം പോകുന്നതൊരു കണക്കൂട്ടിയാൽ മതി. പോയി കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കുക, റാഹത്തായിട്ട് നിസ്കരിക്കുക. അവൾക്ക് നിസ്കാരം മുടക്കാൻ പറ്റില്ല. ഒന്നേ. മറ്റൊരു കാര്യം ആ സ്ത്രീ മനസ്സിലാക്കേണ്ടത്, ഈ ബ്ലഡ് 15 ദിവസം മറികടക്കാൻ പാടില്ല. 15 ദിവസം മറികടന്നാൽ അതിന് ബ്ലീഡിങ് എന്ന് പറയും. 15 ദിവസത്തിന്റെ ഉള്ളിൽ ഏത് തരം ഏറ്റ വ്യത്യാസവും ഏത് തരം കളർ വ്യത്യാസവും ഹൈളായിട്ട് തന്നെ കൂട്ടും. 24 മണിക്കൂർ സമയം പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അതും കൂട്ടുകയില്ല. ഓവർ ടൈം ആയിപ്പോയാൽ 15 ദിവസം മറികടന്നുപോയി, 15 ദിവസം മറികടന്നു പോയാൽ ആ പെൺകുട്ടി കുറെ നിയമം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒരെളുപ്പ വഴി ഞാൻ പറയാം, ബാക്കി വിശദീകരിക്കാൻ ഈ വൈകിയ വേളയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. എന്താണ് വിശദീകരിക്കാനുള്ളത്? ആ സ്ത്രീയുടെ മുൻകാല പീരീഡിനെ കുറിച്ച് ആ സ്ത്രീ ഒരു ഗവേഷണം നടത്തണം. മുൻകാല പീരീഡ് അവർക്ക് 7 ദിവസമാണെങ്കിൽ 1 മാസമെങ്കിലും കറക്റ്റ് 7 ദിവസം പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ 7 ദിവസം ഏത് ദിവസമാണെന്നും കൂടി ക്ലിപ്തമാക്കിയാൽ ആ സ്ത്രീ രക്ഷപ്പെട്ടു. മാസത്തിന്റെ ആദ്യത്തിൽ 7 ദിവസമാണെന്ന് കണക്ക് കൂട്ടിയാൽ അതേ മാസത്തിന്റെ ആദ്യത്തിലുള്ള 7 ദിവസം ആ സ്ത്രീ ഹൈളായി കണക്ക് കൂട്ടുകയും 7ന്റെ അന്ന് കുളിക്കുകയും പിന്നെയുള്ള ബ്ലഡ് അവൾ മെൻസസ് ആയി കൂട്ടണ്ട, അത് ബ്ലീഡിംഗ് ആയി കൂട്ടുകയും ഓരോ ഒക്കത്തിലും അവർ നജസ് പുറപ്പെടുന്നത് പോലെ, മൂത്രം പുറപ്പെടുന്നത് പോലെ കണക്കാക്കി കഴുകി വൃത്തിയാക്കി നിസ്കരിക്കുകയും വേണം, കുളിക്കേണ്ടതില്ല.
ഒരു പ്രാവശ്യം സാധാരണ ഡേറ്റ് തീരുമ്പോ കുളിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എന്റെ സ്ത്രീകൾ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർ, അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രകൃതിയുടെ പ്രതിഭാസമാണ് ഈ മെൻസസ് പീരീഡ്. അത് വളരെ കൃത്യമായും വളരെ ശ്രദ്ധയോടെയും നിങ്ങൾ കൈകാര്യം ചെയ്താൽ നിങ്ങൾ മുത്തഹിരീങ്ങളാകുന്ന മഹദിമാരോടൊപ്പം നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാനുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമത്തു സുഹറ, മറിയം ബിബി റളിയല്ലാഹു അൻഹ പോലെ വിരലിലെണ്ണാവുന്ന ചില സ്ത്രീകൾക്ക് മാത്രം അല്ലാഹു തആല മെൻസസ് കൊടുക്കാതെ ആദരിച്ചിട്ടുണ്ട്. അല്ലാത്ത എല്ലാ സ്ത്രീകൾക്കും റസൂലുള്ളാഹിന്റെ ഭാര്യമാർക്കും ഒക്കെ മെൻസസ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഇത് ചോദിച്ചു പറഞ്ഞ് വിശദമായി പഠിച്ചാണ് അമൽ ചെയ്തത്. ആ കൂട്ടത്തിൽ നിങ്ങളും പെടണം. മെനക്കെട്ട് വൃത്തിയും ശുദ്ധിയും നിങ്ങൾ കൈകാര്യം ചെയ്താൽ അത്തുഹൂർ ശത്രുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയും ശുദ്ധിയും വൃത്തിയുമാണ്. വൃത്തിയും ശുദ്ധിയും ഇതെന്നെ കൊണ്ട് കഴിയില്ല, എനിക്ക് നിസ്കരിക്കാൻ പറ്റില്ല എന്നങ്ങാണം വിചാരിച്ചുകൊണ്ട് ഇതൊന്നും പഠിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് കഴിയില്ല എന്നങ്ങാണം പറഞ്ഞ് ഒരു സ്ത്രീ പെൻഡിങ്ങിലായാൽ അവരുടെ ഈമാൻ കൊള്ളയടിക്കപ്പെട്ടു പോയി. അവരുടെ ഈമാൻ ഇബ്ലീസ് കൊണ്ടുപോയി. അത്തൊഹൂർ ശത്രുൽ ഈമാൻ. ഈമാനോടുകൂടെ മരിക്കണമോ മോളെ? ഈ ശുദ്ധിയും അശുദ്ധിയും വേർതിരിച്ച് പഠിച്ച് ഇബാദത്ത് ചെയ്യാതെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നിനക്ക് പ്രവേശനം ഇല്ല. നീ സ്വർഗത്തിലങ്ങ് ചെന്നാലോ അല്ലാഹു തആല ഹൂറികളാകുന്ന സ്വർഗീയ വനിതകളെക്കാൾ ഇവിടെ മെൻസസ് പീരീഡും പ്രസവത്തിന്റെ ബ്ലഡ് പീരീഡും ഒക്കെ കഴുകി വൃത്തിയാക്കി കുളിച്ചു ശുദ്ധിയായി നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾ സ്വർഗത്തിലോട്ട് കടന്നു ചെല്ലുമ്പോൾ നഹ്നുൽ മുത്തഖിറാത്തു മാ തഖറുതുന്ന, ആ പെണ്ണുങ്ങൾ അങ്ങനെ ചെല്ലുമ്പോ സ്വർഗത്തിലെ പെണ്ണുങ്ങൾ പാടും നഹ്നുൽ ഖാലിദാത്തു ഫലാ നബിദു നഹ്നുൻ നഈമത്തു ഫലാ നബ്അസു നഹ്നു റാളിയത്തു ഫലാ നസ്ഖുതു തുബാ ലിമൻ കാന ലനാ വകുന്ന ലഹു തുബാ ലിമൻ കാന ലനാ വകുന്ന ലഹു. നമ്മുടെ നാട്ടിലുള്ള പെണ്ണുങ്ങളെ സ്വർഗത്തിലോട്ട് ചെല്ലുമ്പോൾ പെണ്ണുങ്ങള് പിന്നെ ഇവിടെയും അങ്ങനെ തന്നെയാണല്ലോ, അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഒരു നാത്തു നമ്മളെ വീട്ടിലേക്ക് വരുമ്പോ അവളെ ഒരാഴ്ച ഇട്ട് പെടാ പാടുപെടുത്തും. അതൊക്കെ പെണ്ണുങ്ങളുടെ ഇടയിൽ ഒരു രസമാണ്. ചില പെണ്ണുങ്ങൾക്ക് അതൊക്കെ ഒരു വലിയ വിഷമവുമാണ്. ഇരിക്കട്ടെ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇതുപോലെ സ്വർഗത്തിൽ ചെല്ലുമ്പോ അവിടുത്തെ കാരണവന്മാരാണല്ലോ ഹൂറികള്. അവിടെ തന്നെ ജനിച്ച് അവിടെ തന്നെ കുത്തിയിരിക്കുന്ന ഇങ്ങനെ പാട്ട് പാടുകയാണ്. നമ്മുടെ ഖദീജ ബീവിയും ആയിഷ ബീവിയും നമ്മുടെ സൈനബായും ഫാത്തിമയും ഒക്കെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോ അവരെങ്ങനെ പാടും. അവരുടെ പ്രകീർത്തനം അവര് തന്നെ പ്രകീർത്തിക്കും. ഞങ്ങളാണ് കാലാകാലം ഞങ്ങൾ സ്വർഗത്തിലാണ്. ഞങ്ങളുടെ ജനനവും സ്വർഗമാണ്, ഞങ്ങളുടെ നിലനിൽപ്പും സ്വർഗമാണ്. ഞങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾക്കാണ്, എല്ലാ സന്തോഷങ്ങളും ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാടുമ്പോ മഹദിയായ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ ഇല്ലേ, ആയിഷാ ബീവി തിരിച്ചങ്ങ് പാട്ടുപാടും. നഹ്നുൽ മുസല്ലിയാത്തു മാ സല്ലൈതുന്ന മാ സല്ലൈതുന്ന നഹ്നുൽ മുതവല്ലിആത്തു മാ തവല്ലഅതുന്ന മാ തവല്ലഅതുന്ന തുബാ ലിമൻ കാന ലനാ വകുന്ന ലഹു തുബാ ലിമൻ കാന ലനാ കുന്ന ലഹു. ആയിഷായെ പാടും നിസ്കരിച്ചോരാ ഞങ്ങൾ നിസ്കരിച്ചോരാ ധർമ്മം ചെയ്തോരാം ഞങ്ങൾ ധർമ്മം ചെയ്തോരാ. നമ്മൾ ചെയ്ത അമലുകളെ കുറിച്ച് അവരെങ്ങനെ പാട്ട് പാടുമ്പോ പല്ല് ഒളിച്ച് ഇങ്ങനെ ഇരിക്കും. ഓരോ ഒന്നും എടുത്തിട്ടുണ്ടോടി ഇനിയൊക്കെ, ഓരോ ഒക്കത്ത് നിസ്കരിച്ചിട്ടുണ്ടോടി ഇനിയൊക്കെ, ഒരു 10 പൈസ ധർമ്മം ചെയ്തിട്ടുണ്ടോടി ഇനിയൊക്കെ. അതാണ് ആയിഷാ ബീവി ചോദിച്ചതിന്റെ അർത്ഥം. ഞങ്ങളെ നിസ്കരിച്ച്, ഞങ്ങൾ നോമ്പ് നോറ്റ്, ഞങ്ങൾ ഒളുവെടുത്ത്, ഞങ്ങൾ കുളിച്ച്, ഞങ്ങൾ ഹജ്ജ് ചെയ്ത്, ഞങ്ങൾ തഹാറത്തെടുത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കടത്തി വിട്ടതാണ് അല്ലാഹു തആല. നിന്നെയൊക്കെ എന്തിന് കൊള്ളാടി എന്ന് പറഞ്ഞിട്ട് നല്ല 2 പാട്ടുപാടി അവിടെ അങ്ങ് ഇരുത്തും. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹാ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞതാ. അതുകൊണ്ട് കുളിച്ചൊരുങ്ങി പൊയ്ക്കോ പെങ്ങന്മാരെ.
ഒളുവെടുത്ത് നിസ്കരിച്ചിട്ട് പൊയ്ക്കോ പെങ്ങന്മാരെ. ഹൂറിലീങ്ങളെക്കാൾ പദവി ദുനിയാവിൽ നിന്ന് കടന്നു വരുന്ന പെങ്ങന്മാർക്കുണ്ട്. ഇരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ മുൻപിൻ ദ്വാരങ്ങളിലൂടെ പുറപ്പെടുന്ന ബ്ലീഡിങ് പോലത്തെ കാര്യങ്ങളെ കുറിച്ച് കടന്നു പറഞ്ഞ് എന്റെ സമയം ചുരുങ്ങിയത് കൊണ്ട് ഞാൻ മനഃപൂർവ്വം തന്നെ അതിലേക്ക് ഒരല്പം ഇറങ്ങിയതാണ്. ബാക്കി ഇന്ന് പറയാൻ സമയമില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, മുൻപിൻ ദ്വാരങ്ങളിലൂടെ എന്തെങ്കിലും പുറപ്പെട്ടാൽ ഒളു അങ്ങ് മുറിയും. എന്ത് പുറപ്പെട്ടാലും ഒളു മുറിയും. അത് കുഞ്ഞുങ്ങൾക്ക് പുറപ്പെട്ടാലും വലിയ ആൾക്ക് പുറപ്പെട്ടാലും ഒളു ഉണ്ടോ, ഒളു മുറിയും. പിന്നെ ഒളു മുറിയാത്തത് ആർക്കാ? മയ്യിത്തിന്റെ ഒളു മുറിയില്ല. മയ്യിത്തിന് ഒളു എടുത്തു കൊടുത്തതിന്റെ ശേഷം മയ്യിത്തിന് മൂത്രം പുറപ്പെട്ടു, ഒളു മുറിയില്ല. മയ്യിത്തിന് കാട്ടം പുറപ്പെട്ടു, ഒളു മുറിയില്ല. ആ നജസ് കഴുകിയാൽ മാത്രം മതി. പിന്നെ ഒളു പുതുക്കി കൊടുക്കേണ്ടതില്ല. അല്ലാത്ത നമ്മൾ ജീവിച്ചിരിക്കുന്നവർക്ക് ഒളു മുറിയും. ഇങ്ങനെ ഒളു മുറിയുന്ന 4 കാര്യങ്ങൾ ഉണ്ടായാൽ ഒളു എടുക്കണം. അത്രയും പറഞ്ഞ ഒളു എടുക്കുന്നത് പറയാതെ പോകാൻ പറ്റുമോ? വണ്ടിക്ക് സമയമായെങ്കിലും അല്പനേരം കൂടി ശ്രദ്ധിക്കും. ഒളു എടുപ്പിച്ചിട്ട് നമുക്ക് പോകാം. ബാക്കി അല്ലാഹ് തൗഫീഖ് ചെയ്തെങ്കിൽ ഏതെങ്കിലും കാലത്ത് കുളിക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ ഒളു എടുക്കുന്നതിനും കൂടി നിങ്ങൾ അല്പനേരം ഒന്ന് ഇരുന്നാൽ ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ ഒളു മുറിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യണം? ഒളു എടുക്കണം. ഒളു എടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇദാ കുന്തും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഒളുവെടുത്തിട്ടേ നിസ്കരിക്കാവൂ. ഒളുവെടുക്കാൻ നിങ്ങൾ മുഖം കഴുകണം, 2 കൈകൾ മുട്ടുൾപ്പെടെ കഴുകണം. വംസഹൂ ബിറുഊസിക്കും, തല തടകണം. വഅർജുലക്കും, കാല് കഴുകണം. ഇലൽ കഅബൈനി, ഞെരിയാണി വരെ കാലും കഴുകണമെന്ന് ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. അപ്പൊ ഒളുവിന് 6 ഫർളാണുള്ളത്. 6 ഫർളുകളെ ഒളുവിനുള്ളൂ. ഈ ഒളു നിങ്ങൾക്ക് അങ്ങ് എടുത്തൂടെ? നമ്മൾ എടുക്കാറുണ്ട്, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചെടുക്കണം. അതിനൊരുപാട് നിബന്ധനയുണ്ട്. നിബന്ധനകളൊക്കെ പറഞ്ഞ ഇന്ന് എങ്ങും എത്തൂല. വെള്ളം തഹൂറായിരിക്കുക. തഹൂറായ വെള്ളം കൊണ്ട് വേണം ഒളുവെടുക്കാൻ. നജസുള്ള വെള്ളമാകാൻ പാടില്ല. അതുപോലെ മുസ്തഅമലായ വെള്ളമാകാൻ പാടില്ല. അതുപോലെ തേങ്ങാ വെള്ളം കൊണ്ടോ കരിക്ക് വെള്ളം കൊണ്ടോ ഒളുവെടുക്കാൻ പാടില്ല. ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കലക്കിയിട്ട് അതിന്റെ രുചി വല്ലാതെ കൂടിപ്പോയാൽ ആ വെള്ളം കൊണ്ട് ഒതുവെടുക്കാൻ പറ്റില്ല. അതുപോലെ എന്തെങ്കിലുമൊക്കെ ചത്ത് കിടന്ന് നാറിയാൽ ആ വെള്ളം കൊണ്ട് ഒതുവെടുക്കാൻ പറ്റില്ല. 2 കൊല്ലത്തിൽ കുറഞ്ഞ വെള്ളമാണെങ്കിൽ ചത്ത് വീണപ്പോ തന്നെ നജസായി. 2 കൊല്ലത്തിൽ കൂടുതൽ വെള്ളമാണെങ്കിൽ നാറ്റം കൂടിപ്പോയാൽ നജസാകും. നാറ്റം കൂടിയിട്ടില്ലെങ്കിൽ നജസാവൂല. അത് വിശദമായി പറയാനുണ്ട്. ഞാൻ അങ്ങോട്ട് ഇപ്പോൾ കിടക്കുന്നില്ല. ഞാൻ ഒളുവെടുക്കുന്ന രൂപം എന്ന് പറഞ്ഞ് നമുക്ക് ദുആഇരുന്ന് പിരിയാം. ഒളുവെടുക്കുന്ന രൂപം, ഒളുവിന് കുറെ സുന്നത്തുകളും കുറെ ഫർളുകളും ഉണ്ട്. 6 ഫർളാണുള്ളത്. ഒന്നാമത്തത് നിയ്യത്താണ്. നിയ്യത്ത് എങ്ങനെയാണ്? ഞാൻ ചെറിയ അശുദ്ധിയെ ഉയർത്തുവാൻ വേണ്ടി ഒളുവെടുക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് മുഖത്തിങ്ങനെ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കാൻ തുടങ്ങുമ്പോ നിയ്യത്ത് ഖൽബിൽ ഉണ്ടാവുകയും നാവ് കൊണ്ട് പറയൽ സുന്നത്തുമാണ്. ഖൽബിൽ ഉണ്ടാകൽ ഫർളാണ്. മുഖം കഴുകുമ്പോഴാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. ചെറിയ ശുദ്ധി ഉയർത്തുവാൻ വേണ്ടി ഞാൻ ഒളുവെന്ന ഫർളിനെ വീടുന്നു. അല്ലെങ്കിൽ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഒളുവെന്ന ഫർളിനെ വീടുന്നു. അല്ലെങ്കിൽ ഒളു നിർബന്ധമുള്ള ഏതെങ്കിലും നിയ്യത്ത് ചെയ്താൽ മതി. തവാഫ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒളുവെടുക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഒളുവെടുക്കാം. അല്ലെങ്കിൽ മുസ്ഹഫ് എടുക്കാൻ വേണ്ടി, ഓതാൻ വേണ്ടി എന്നാവരുത്. മുസ്ഹഫ് ഓതാൻ വേണ്ടിയാണെങ്കിൽ ഒളു സുന്നത്തേ ഉള്ളൂ, അങ്ങനെ കരുതിയാൽ പോരാ. മുസ്ഹഫ് എടുക്കാൻ വേണ്ടി ഞാൻ ഒളുവെടുക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താലും ഒളു കിട്ടും. സുജൂദ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒളുവെടുക്കുന്നു, ഒളു കിട്ടും. ഏതെങ്കിലും നിയ്യത്ത് ചെയ്തുകൊണ്ട് ഒളു എടുത്ത് ഒളു പൂർത്തിയായി കഴിഞ്ഞാൽ നിയ്യത്ത് ചെയ്തതും ചെയ്യാത്തതുമായ ഏത് കാര്യവും ചെയ്യാം. ഉദാഹരണം, നിസ്കരിക്കാൻ വേണ്ടി ഒളു എടുക്കുന്നു പറഞ്ഞ ഒരാൾ ഒളുവെടുത്താൽ ആ ഒളു കൊണ്ട് അയാൾക്ക് തവാഫ് ചെയ്യാം. തവാഫ് ചെയ്യാൻ വേണ്ടി ഒളു എടുക്കുന്നു പറഞ്ഞ് ഒളുവെടുത്താൽ ആ ഒളു കൊണ്ട് അയാൾക്ക് നിസ്കരിക്കാം. മുസ്ഹഫിനെ എടുക്കുന്നു എന്ന നിയ്യത്ത് കൊണ്ട് ഒളുവെടുത്താൽ അയാൾക്ക് ആ നിയ്യത്ത് കൊണ്ട് നിസ്കരിക്കാം. നിസ്കരിക്കാൻ വേണ്ടി എടുത്ത് ഒളു കൊണ്ട് മുസ്ഹഫ് എടുക്കുകയും ചെയ്യാം. അപ്പോ ഏതെങ്കിലും ഒരു നിയ്യത്ത് കൊണ്ട് ഒളു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒളു ആവശ്യമുള്ള ഏത് കാര്യം വേണമെങ്കിലും ചെയ്യാം. അതാണ് നിയ്യത്ത്. പക്ഷേ ഒളുവിന് ഒരു നിയ്യത്ത് ഫർളാണെങ്കിൽ ഇനി ഒരു നിയ്യത്തുണ്ട്, അത് സുന്നത്താ. അതെപ്പോഴാ? ഒളു തുടങ്ങുമ്പോ ഒരു നിയ്യത്തുണ്ട്. മുങ്കൈ കഴുകുമ്പോ നിയ്യത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ചൊല്ലി മുങ്കൈ കഴുകുമ്പോ
ഉളുവിന്റെ സുന്നത്തിനെ ഞാൻ വീടുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. അത് നിങ്ങൾ ആരും ചെയ്യാറില്ല. അപ്പൊ ഈ സുന്നത്ത് കിട്ടണമെങ്കിൽ സുന്നത്ത് എന്ന് നിയ്യത്ത് ചെയ്യണം. ഫറള് കിട്ടണമെങ്കിൽ ഫറള് എന്ന് നിയ്യത്ത് ചെയ്യണം. ഏത് സുന്നത്താണെങ്കിലും നമ്മളൊരാൾക്ക് 10 രൂപ ധർമ്മം ചെയ്യും. 10 രൂപ ധർമ്മം ചെയ്യുമ്പോൾ ഞാൻ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി സദഖ ചെയ്യുന്നത് നിയ്യത്ത് ചെയ്ത് വേണം കൊടുക്കാൻ. എന്നാൽ അതിന്റെ പൂർണ്ണ പ്രതിഫലം കിട്ടും. നിയ്യത്ത് ചെയ്ത് കൊടുത്താലും അല്ലാഹു തആല സവാബ് തരും. പക്ഷെ എന്നാൽ എന്റെ പൂർണ്ണ പ്രതിഫലം ഒരു അമലായി എണ്ണണമെങ്കിൽ നിയ്യത്ത് ചെയ്ത് കൊടുക്കണം. ഞാൻ അള്ളാഹു നിന്റെ പൊരുത്തത്തിന് വേണ്ടി 10 രൂപ സദഖ ചെയ്യുന്നു. നീ ഏൽപ്പിച്ചതിന്റെ പേരിൽ എന്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്നു. നീ ഏൽപ്പിച്ചതിന്റെ പേരിൽ എന്റെ മക്കൾക്ക് ഞാൻ ചെലവിന് കൊടുക്കുന്നു. ഇങ്ങനെ എല്ലാം അള്ളാഹുവിനെ മുൻനിർത്തി നിയ്യത്ത് ചെയ്ത് കൊടുത്താൽ വലിയ അമലായിട്ട് അത് കൂട്ടും. അല്ലെങ്കിലും പ്രതിഫലമായിട്ട് ലഭിക്കും. അത്തരം കാര്യങ്ങളൊക്കെ ഇബാദത്തുകളല്ലാത്ത അത്തരത്തിലുള്ള മുആമലാത്തുകൾക്ക് അങ്ങനെയുള്ള പ്രതിഫലം കിട്ടും. പക്ഷെ ഇബാദത്തുകൾക്ക് നിയ്യത്ത് വെച്ചേ പ്രതിഫലം കിട്ടുള്ളൂ. അപ്പൊ നിയ്യത്ത്, അപ്പൊ ഒരു ഫർളായ നിയ്യത്തും അതിന്റെ മുമ്പിൽ ഒരു സുന്നത്തായ നിയ്യത്തും ഇനി അടുത്ത ഒളു മുതൽ അത് പരിപാലിക്കണം. അടുത്ത ഒളു എടുക്കുമ്പോൾ മുങ്കൈ കഴുകുമ്പോൾ ഒളുവിന്റെ സുന്നത്തിനെ ഞാൻ വീടുന്നു നിയ്യത്ത് ചെയ്തിട്ട് മുങ്കൈ കഴുകണം. ആ ഒറ്റ നിയ്യത്ത് മതി. പിന്നെ ബാക്കി സുന്നത്തെല്ലാം പുറകെ കിട്ടിക്കോളും. ബായിൽ മുങ്കൈ കഴുകൽ സുന്നത്ത്. പിന്നെ ബായിലും മൂക്കിലും വെള്ളം കൊപ്പിളിക്കണം. അതിന്റെ മുമ്പ് മിസ്വാക്ക് ചെയ്യണം. മിസ്വാക്ക് ചെയ്യൽ ശക്തമായ സുന്നത്താണ്. നമ്മളൊക്കെ പെരുന്നാണ്ടന്നല്ലേ പല്ല് തേക്കാറുള്ളൂ. പക്ഷെ അങ്ങനല്ല, 5 നേരവും പല്ല് തേക്കണമെന്നാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്. ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചു, ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക്കി ഇൻദ കുല്ലി വുളൂഅ്. നിങ്ങൾക്ക് പ്രയാസകരമാകുമായിരുന്നില്ല എന്ന് ആയില്ലായിരുന്നുവെങ്കിൽ എല്ലാ വുളുവിന്റെ സമയത്തും മിസ്വാക്ക് ചെയ്യൽ ഞാൻ ഒരു ഫറളായിട്ട് പ്രഖ്യാപിക്കുമായിരുന്നു. അത്രയും അടിയന്തിരമായി ചെയ്യേണ്ടതാണ് മിസ്വാക്ക്. പക്ഷെ അത് ഞാൻ ഫറളാക്കിയാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ചെയ്യാതെ വന്നാൽ പാപം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഫറളാക്കുന്നില്ല. ശക്തമായ സുന്നത്താണ്. എല്ലാ 5 നേരവും പല്ല് തേക്കണം. പല്ല് തേക്കുമ്പോൾ ചൂണ്ടുവരലിട്ട് ഇങ്ങനെ ഉരച്ചാ സുന്നത്ത് കിട്ടൂല. ഉരമുള്ള സാധനം കൊണ്ട് ഉരച്ചെങ്കിലേ സുന്നത്ത് കിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു കമ്പും കൊള്ളി, ഏറ്റവും നല്ലത് അറാക്കിന്റെ കമ്പ് കൊണ്ട് ഉരയ്ക്കുക. ഇല്ലെങ്കിൽ ബ്രഷ് ആയാലും മതി, ഇല്ലെങ്കിൽ ഒരമുള്ള എന്തായാലും മതി. ഒന്നുമില്ല, മണലിൽ തൊട്ടിട്ട് വരച്ചാൽ മതി, അല്ലെങ്കിൽ ഉമക്കരി തൊട്ടിട്ട് വരച്ചാലും മതി. ഏതെങ്കിലും ഒരു പരിപരുക്കൻ ഒരപ്പുള്ള സാധനം കൊണ്ട് വരച്ചാൽ സുന്നത്ത് കിട്ടി. മിസ്വാക്കിന്റെ വിഷയം മാത്രം ഒറ്റ ദിവസം പറയാറുണ്ട്, ഒരു ദിവസം പറയാറുണ്ട്. മിസ്വാക്കിന്റെ ആദാബുകളും മിസ്വാക്ക് ചെയ്യേണ്ട സമയങ്ങളും വിശദമായി ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, ഇമാം നവവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇഹ്യാ ഉലൂമുദ്ദീനിലും ശർഹുൽ മുഹദ്ദബിലും ഒക്കെ വിശാലമായി എഴുതിയിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, എന്റെ മോണ പൊളിഞ്ഞു പോകുമെന്ന് ഞാൻ പേടിച്ചുപോയി. ജിബ്രീൽ അങ്ങോട്ട് പല്ല് തേക്കണം പറഞ്ഞ് എന്നോട് കൽപ്പിച്ച് എപ്പോ വന്നാലും നബിയെ മിസ്വാക്ക് ഒഴിക്കല്ലേ നബിയെ, മിസ്വാക്ക് ചെയ്യണം നബിയെ, എന്റെ പല്ല് പൊളിഞ്ഞു പോകുമെന്ന് ഞാൻ പൊടിച്ചുപോയി. മുഹമ്മദ് റസൂലുള്ളാഹി അത്രയും കൂടുതൽ മിസ്വാക്ക്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മിസ്വാക്ക്, വീട്ടിലോട്ട് കയറുമ്പോൾ മിസ്വാക്ക്, ഭാര്യാഭർത്തൃ ബന്ധം നടക്കുന്നതിന്റെ മുമ്പ് മിസ്വാക്ക്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാ മിസ്വാക്ക്, ഉറങ്ങാൻ നേരത്തെ മിസ്വാക്ക്, ഇങ്ങനെ യാത്ര പോകുമ്പോൾ മിസ്വാക്ക്, സർവ്വസമയം നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ ഒളുവെടുത്തെല്ലാം കഴിഞ്ഞ് സഫിൽ പോയി നിന്ന് കൈ കെട്ടുന്നതിന്റെ മുമ്പ് അറാക്കെടുത്തിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുന്നത്ത്. സഫിൽ നിന്നിട്ട് മിസ്വാക്ക് ചെയ്യൽ സുന്നത്ത്. അറബികളൊക്കെ ചെയ്യും, നമ്മൾ ചെയ്യാറില്ല. നമ്മൾ ചെയ്യാത്ത എന്താ, ഇത് ഒരച്ചതിനകത്തിട്ട് നീ ഉടുപ്പ് നാറുന്ന നാറ്റത്തിന് വല്ല അന്തമുണ്ടോ, എവിടെങ്കിലും പോയി ഇരിക്കാൻ പറ്റുമോ, ഇത് പേടിച്ചിട്ട് എപ്പോഴും ശീലിച്ചാൽ അങ്ങനെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അത് ബറക്കത്താൽ. പിന്നെ റമളാൻ മാസത്തില് ഉച്ച കഴിഞ്ഞിട്ട് മിസ്വാക്ക് ചെയ്യാൻ പാടില്ല. കാര്യം നോമ്പുകാരന്റെ വായിൽ നിന്ന് വരുന്ന പരിമളം അള്ളാഹുവിന്റെ അടുക്കൽ അത്തയ്യബിയെ പിന്നെ കസ്തൂരിയേക്കാൾ പരിമളമുള്ളതാണ് നോമ്പുകാരന്റെ വായയുടെ വാസന. ഓ, നോമ്പുകാരന്റെ പ്രതിഫലം പൊന്നു മക്കളെ, ആ ഒരൊറ്റ ഹദീസ് പോരെ നോമ്പുകാരന്റെ പ്രതിഫലം മനസ്സിലാക്കാൻ. അവന്റെ വായി നടിക്കുന്ന സ്മെല്ല് കസ്തൂരിയാണെന്ന് പറയുമെങ്കിൽ പിന്നെ അവൻ ചൊല്ലുന്ന സുബ്ഹാനല്ലാഹ്, പിന്നെ അവൻ ചൊല്ലുന്ന അൽഹംദുലില്ലാഹ്, പിന്നെ അവൻ കൊടുക്കുന്ന 10 പൈസയുടെ ധർമ്മം, അവൻ ഓതുന്ന ഒരു ഖുർആന്റെ പ്രതിഫലം, ഓ പറയാനുണ്ടോ? എന്തൊരു പുണ്യമായിരിക്കും നോമ്പുകാരന് കിട്ടുന്നത്. അതുകൊണ്ട് നല്ല റാഹത്തായി പല്ല് തേച്ച് പിന്നവൻ മൂന്നാമതാണ് നെറ്റി മുഖത്തിന്റെ മുകൾ ഭാഗത്തുകൂടെ വെള്ളം ഇങ്ങനെ ഒഴിക്കണം. 2 കൈയിൽ വെള്ളമെടുത്ത് നെറ്റിയുടെ മുകൾ ഭാഗത്തുകൂടെ ഇങ്ങനെ മുഖം കഴുകണം. അതാണ് ഫർള്. ചില പുതിയാപ്പിളമാരുണ്ട്, പൂച്ച മുഞ്ഞി കഴുകുന്ന മാതിരി കയ്യിലൊരു ഇച്ചിരി വെള്ളം എടുക്കും, നെറ്റി വെച്ചൊന്ന് ഒലുത്തും, എന്നിട്ട് ഇതിലേക്കൂടെ ഒന്ന് തടവി അവന്റെ ഒതു കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, അവൻ ഒതു കിട്ടിയിട്ടില്ല.
അപ്പൊ അവന്റെ തൊപ്പിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് ടവലൊക്കെ അങ്ങോട്ട് നീക്കിയിട്ട് മുടി മുളയ്ക്കുന്ന സ്ഥലമുണ്ട്. മുടി മുളയ്ക്കുന്ന സ്ഥലം മുതൽ സാധാരണ മുടി, കഷണ്ടിത്തലയിലെ മുടിയല്ല, കഷണ്ടിത്തലയുടെ മുടി ഉച്ചീന്നാ മുളയ്ക്കുന്നത്, അവിടെ വരെ കഴുകണ്ട. സാധാരണ മുടി മുളയ്ക്കുന്ന സ്ഥലം മുതൽ കഷണ്ടി ഉള്ള ആളാണെങ്കിലും അവിടെ മുതൽ കഴിയാ മതി. മുടി മുളയ്ക്കുന്ന സ്ഥലം മുതൽ താടിയലിന്റെ താഴ്ഭാഗം വരെ നീളത്തിലും ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെ വീതിയിലും ആ വൃത്താകൃതിയിൽ മുഖം കഴുകൽ ഫർളാണ്. ഈ ചെവിക്കുറ്റി വരെ ചിലപ്പോൾ നനയാറില്ല. നമ്മൾ ഒതു കൊടുക്കുമ്പോ നമ്മൾ കുഞ്ഞുങ്ങളുടെ മുഖം പിടിച്ചൊന്ന് നോക്കണം. ഈ കവിളു ഭാഗം വരെ നനഞ്ഞിട്ടുള്ളൂ, ചെവിയുടെ അവിടം വരെ എത്തിയിട്ടില്ല. പൊന്നു മോനെ, നിന്റെ ഒതു സഹീഹല്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സഹാബത്ത് ധൃതിയിൽ ഒതുവെടുത്ത് കയറിയപ്പോ വെള്ളം ഒഴിച്ചങ്ങ് കയറി. കാലിന്റെ മടമ്പ് ഭാഗം നനഞ്ഞിട്ടില്ല. കാലിന്റെ മടമ്പിൽ ഒരു അല്പഭാഗം, ഹദീസിൽ പറയുന്ന ഒരു ദിർഹമിന്റെ അളവ് കാല് നനയാതെ വന്നപ്പോ നിബിതങ്ങൾ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, വൈലുൽ ലിൽ അഖാബ്, വൈലുൽ ലിൽ അഖാബ്. മടമ്പ് സൂക്ഷിക്കാതെ കഴുകി കയറുന്ന ഒതുവെടുക്കുന്നവരെ വൈലെന്ന നരകമുണ്ട് കേട്ടോ. ഒതുവെടുക്കാൻ അള്ളാഹു ആണ് പറഞ്ഞത്. അത് വേണ്ട പോലെ എടുത്തില്ലെങ്കിൽ വൈലെന്ന നരകമുണ്ട്. ഒതുവല്ലേ, അതിപ്പോ ഇച്ചിരി സ്ഥലമൊക്കെ നനഞ്ഞില്ലെങ്കിൽ നമ്മുടെ അള്ളാഹ് അറിയാലോ, നിസ്കരിക്കുമ്പോൾ ചൊവ്വേ നിസ്കരിച്ചാ മതി എന്നെങ്ങാനും വിചാരിച്ചു പോയാൽ ഹബീബാ നബി പറയുന്ന വൈലുൽ ലിൽ അഖാബ്. അങ്ങനെ നിസ്കരിച്ചത് കൊണ്ട് കാര്യമില്ല, വൈലെന്ന നരകത്തിൽ പോയി വീഴേണ്ടി വരും. അതുകൊണ്ട് മുഖത്ത് നിന്നായാലും കയ്യിൽ നിന്നായാലും കാലിൽ നിന്നായാലും അള്ളാഹു പറഞ്ഞ അളവ് കഴുകിയേ പറ്റൂ മക്കളെ. അതുകൊണ്ട് ഉമ്മമാരെ, ഒതുവെടുക്കുമ്പോ തലമുടി മുളച്ച സ്ഥലം മുതൽ താടിയെല്ലിന്റെ താഴ്ഭാഗം വരെ കഴുകൽ നിർബന്ധമാണ്. ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെ കഴുകൽ നിർബന്ധമാണ്. മുഖം ഇവിടം വരെ ഉള്ളൂ, താടിയെല്ലിന്റെ താഴ്ഭാഗം വരെ ഉള്ളൂ. അവിടുന്ന് കഴുത്തിലോട്ട് നീളേണ്ട കാര്യമില്ല. അവിടെ ആ കഴുത്തിന്റെ അടിഭാഗം കഴുകൽ നിർബന്ധവും ഇല്ല. അതുപോലെ തന്നെ ഞാൻ കൂട്ടത്തിൽ ഒന്ന് ഇടയ്ക്ക് പറഞ്ഞോട്ടെ, നിങ്ങൾ മുഖമക്കനെ കെട്ടുമല്ലോ, മുഖമക്കനെ കെട്ടുമ്പം പെങ്ങളെ മുഖത്തിന്റെ പരിധി മറയ്ക്കൽ നിർബന്ധമാണ്. മുഖത്തിന്റെ അതിര് മാത്രമേ തുറക്കാൻ പാടുള്ളൂ. അത് താടിയെല്ലിന്റെ താഴ്ഭാഗം വരെയാണ്. ബാക്കിയുള്ള ഈ സ്ഥലം ഔറത്താണ് കേട്ടോ. പല പെങ്ങന്മാരും മക്കനെ കെട്ടുമ്പോ കഴുത്തെ പിടിച്ചു കെട്ടിയാൽ ഇടഭാഗം പുറത്ത് കാണും കേട്ടോ. അത് നിന്റെ ഔറത്തങ്ങ് വെളിവായി പോകും. പണ്ടുള്ള തള്ളമാര് കണ്ടില്ലേ, മുഖമക്കനയ്ക്ക് ഇവിടെ ഒരു മുസല്ലത് വെച്ച് തയ്ക്കാറുണ്ട്. താടിയെല്ല് വേണമെങ്കിൽ ഇച്ചിരി കയറ്റി മറച്ചോ വിരോധമില്ല, പക്ഷേ കുറഞ്ഞു പോകരുത്. കുറഞ്ഞു പോയാൽ സ്ഥലം കണ്ടുപോകും. സ്ഥലം കണ്ടുപോയാൽ ഔറത്ത് വെളിവായാൽ നിസ്കാരം ബാത്തിലായി. അതുപോലെ നിങ്ങളുടെ തലമുടിയുടെ രോമങ്ങൾ ഔറത്താണ്. ഒരു തലമുടി പോലും മുഖമക്കനയ്ക്ക് പുറത്ത് ചാടിപ്പോകല്ലേ, ഔറത്ത് വെളിവായി പോയി. അതെന്റെ ഔറത്തിന്റെ വിഷയത്തിൽ ഞാൻ പറയാൻ വെച്ചതാണ്. പക്ഷെ അവിടെ എത്താൻ ഇന്ന് സമയമില്ല, അതുകൊണ്ട് ഞാൻ കയറ്റി പറയുകയാണ്. അതുപോലെ നിങ്ങളുടെ മുങ്കൈയുണ്ടല്ലോ, നിങ്ങളുടെ മുങ്കൈന്റെ കുപ്പായമിടുമ്പോ ഈ കയ്യിന്റെ പള്ളയുടെ താഴെ ഔറത്താണ് കേട്ടോ. ഈ ഔറത്ത് വെളിവായാൽ പെങ്ങളെ നിസ്കാരം ബാത്തിലാണ് കേട്ടോ. അതുകൊണ്ട് ഖുനൂത്ത് ഓതുന്ന സമയത്ത് കൈ ഇറങ്ങിപ്പോയാൽ നിസ്കാരം പൊളിഞ്ഞുപോയി. അതുപോലെ കൈ കെട്ടുമ്പോഴാണെങ്കിലും ഇതിങ്ങനെ വലിയ ഓട്ടയുള്ള നിക്കാരക്കുപ്പായമാണെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ കണ്ടാലും നിസ്കാരം ബാത്തിലായിപ്പോയി. അത് നല്ലോണം ഇറക്കി അങ്ങിട്ടേരെ കുഴപ്പമില്ല. മുങ്കയ്യും മൂടിക്കിടന്നാലും കുഴപ്പമില്ല, പക്ഷേ മുങ്കയ്യന്റെ പള്ളയ്ക്ക് താഴോട്ട് പോയാൽ നിസ്കാരം ബാത്തിലാവും. അതുപോലെ കാലിന്റെ പള്ളയുണ്ടല്ലോ പെങ്ങളെ, കാലിന്റെ പള്ളയും ഔറത്താണേ. നീ സുജൂദ് ചെയ്യുമ്പോ നിന്റെ നിസ്കാരക്കുപ്പായം കാലിന്റെ പള്ളയുടെ മുകളിലൂടെ തട്ടി മറച്ചതിന്റെ ശേഷമേ സുജൂദ് സഹീഹാവുകയുള്ളൂ.
ഔറത്ത് മറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇതിന്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഒളുവെടുക്കുമ്പോഴുള്ള മുഖത്തിന്റെ പരിധി തന്നെയാണ് നിസ്കരിക്കുമ്പോഴുള്ള മുഖത്തിന്റെ പരിധിയും. അതല്ലാത്ത സ്ഥലം മറയ്ക്കണമെന്നാണ് ഞാൻ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞത്. അപ്പോ ഈ ഒളുവിന്റെ സ്ഥലത്ത് നിങ്ങൾക്ക് മുഖക്കുരു ഉണ്ടായാലും മുഖത്ത് മറ്റെന്തെങ്കിലും രോമങ്ങൾ ഉണ്ടായാലും അതെല്ലാം കഴുകൽ നിർബന്ധമാണ്. പുരുഷന്മാരായ ആളുകൾക്ക് ചെറിയ ഒരു അളവ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഈ ലഹ്യത്ത് എന്ന് പറയുന്ന താടിയും അതുപോലെ കവിളിലുള്ള താടിയും വലിയ കൂടുതലുണ്ടെങ്കിൽ അതിന്റെ പുറം കഴുകിയാൽ മതി. അകത്ത് വെള്ളം കടത്തി ചിക്കി കഴുകൽ സുന്നത്തേ ഉള്ളൂ. അങ്ങനെ കഴുകിയില്ലെങ്കിലും അവരെ ഒളു സഹിയാകും. നേരെ മറിച്ച് പെണ്ണുങ്ങൾക്കെങ്ങാനും താടിയുണ്ടെന്ന് വന്നാൽ അത് എത്ര വലിയ താടിയാണെങ്കിലും അതിന്റെ ഉള്ളും പുറകും കഴുകൽ നിർബന്ധമാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു. പിന്നെ കൈ കഴുകലാണ്. കൈയിന്റെ വിരലിന്റെ പുച്ഛം മുതൽ മുട്ടുവരെയാണ് ഫർള്. അത്രയും സ്ഥലത്ത് ഒരു ചെറിയ ഭാഗം പോലും വിട്ടുപോകാതെ വെള്ളം നല്ലപോലെ ഒഴുക്കണം. ഒഴുക്കുകയാണ് വേണ്ടത്. ഒഴുക്കിയ സ്ഥലത്ത് നിന്ന് ഒഴുകാത്ത സ്ഥലത്തോട്ട് തടകി പിടിപ്പിച്ചാൽ ഒളു സഹിയാവുകയില്ല. അവിടെയും ഒഴുക്കുകയാണ് വേണ്ടത്. അതുപോലെ കൈയും അതുപോലെ തന്നെ ഒഴുകിയ സ്ഥലത്ത് നിന്ന് ഒഴുകാത്ത സ്ഥലത്തേക്ക് തടകി പിടിപ്പിച്ചാൽ അത് ഒളു സഹിയാവുകയില്ല. തടകി ഒഴുക്കിയാൽ സഹിയാകും. ഒഴുകി വരുന്ന വെള്ളം ഒഴുക്കി വിട്ടാൽ അവിടം സഹിയാകും. പക്ഷേ ഒഴുക്ക് തീർന്നതിന്റെ ശേഷം നനയാത്ത ഭാഗത്ത് നനഞ്ഞ ഭാഗത്ത് നനവ് വെച്ച് പുരട്ടി കൊടുത്താൽ ഒളു സഹിയാവുകയില്ലെന്ന് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ തന്റെ തുഹഫയിൽ പറയുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹു നിശ്ചയിച്ച ഒളുവാണ്. മുഅ്മിനീങ്ങളുടെ കൈകാലുകൾ നാളെ പ്രകാശിക്കും കേട്ടോ. ഇന്ന ഉമ്മത്തി യുദ്ഔന യൗമൽ ഖിയാമത്തി ഖുർറൻ മുഹജ്ജലീൻ മിൻ ആസാരിൽ വുളൂ. ഹബീബായ കരളിന്റെ കരളായ നബിതങ്ങൾ പഠിപ്പിച്ചല്ലോ. ഈ പ്രയാസപ്പെട്ട് ഇവിടെ ഒളുവെടുക്കുന്നത് എന്തിനാണ്? നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോ ആദം നബി അടക്കമുള്ള ഉമ്മത്തിനെ കൊണ്ടുവരുമ്പോ എന്റെ ഉമ്മത്തിന്റെ പ്രത്യേകമായ അടയാളം അവര് ഒളുവെടുത്ത ഭാഗമുണ്ടല്ലോ, അത് നല്ല ട്യൂബ് പോലെ പ്രകാശിക്കും കേട്ടോ. മുഖം പ്രകാശിക്കും, കൈകാലുകൾ പ്രകാശിക്കും. മിന്നാസാരിൽ വുളൂ. അതുകൊണ്ട് മുട്ടുവരെ ഫർളുള്ളുവെങ്കിലും തോള് വരെ കയറ്റി കഴുകിക്കോളീൻ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. ഞെരിയാണി വരെ കഴുകൽ ഫർളുള്ളുവെങ്കിലും മുട്ടുവരെ കയറ്റി കഴുകിക്കോളീൻ. സുന്നത്താണെന്ന് അവിടുന്ന് പഠിപ്പിക്കുന്നു. മുഖത്തിന്റെ അതിര് വരെ കഴുകൽ നിർബന്ധമുള്ളെങ്കിലും അല്പം ഭാഗം കൂടി കടത്തി കഴുകിക്കോളീൻ. അത് സുന്നത്താണെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുന്നു. അങ്ങനെ രണ്ട് കൈയും മുട്ടുവരെ ഫർളും തോള് വരെ സുന്നത്തുമായി രണ്ട് കൈയും നിങ്ങളൊന്ന് വൃത്തിയായി കഴുകിക്കോ. പ്രിയപ്പെട്ട പെങ്ങളെ, നീ അടുക്കളയിൽ ജോലി നോക്കുന്നവളല്ലേ? നിന്റെ നഖത്തിന്റെ ഇടയിൽ മൈദാമാവ് കുഴച്ചപ്പോ മാവിന്റെ കഷ്ണം നഖത്തിന്റെ ഇടയിൽ കയറിയിരുന്നാൽ ഒളു സഹീഹല്ല പെങ്ങളെ. ഒരു ഈർക്കിലോ മറ്റോ എടുത്ത് ആ മാവ് കുത്തിക്കളഞ്ഞിട്ടേ ഒളുവെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കരി പിടിച്ച കലം തേച്ച് കഴുകുമ്പോ ആ കലത്തിന്റെ കരി നിന്റെ നഖത്തിലോ നിന്റെ തൊലിയിലോ കട്ട പിടിച്ചിരുന്നാൽ നിന്റെ ഒളു സഹീഹല്ല പെങ്ങളെ. അതുപോലെ ക്യൂടെക്സ് ഇടുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ലിപ്സ്റ്റിക് ഇടുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ചുണ്ടിലും നാവിലും കയ്യിലും നഖത്തിലുമൊക്കെ മൈലാഞ്ചി അല്ലാത്ത മറ്റു ചായങ്ങൾ പുരട്ടുന്ന പെണ്ണുങ്ങളെ, അവർ നിങ്ങൾ ഒളു സഹിയാവുകയില്ല കേട്ടോ. മൈലാഞ്ചി എന്ന പേരിൽ ഏതോ കറ പുരട്ടുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. പേന പിടിച്ച് എഴുതുന്ന പെണ്ണുങ്ങളില്ലേ, അത് ഒളു ചേരാത്തതാണോ എന്ന് പരിശോധിക്കണം. അതുകൊണ്ട് വെള്ളം ചേരാത്തതാണെങ്കിൽ നിനക്ക് പാടില്ല മോളെ. അതുകൊണ്ട് താടിയിലും മീശയിലുമൊക്കെ കറുപ്പ് പിടിപ്പിക്കുന്ന ആണുങ്ങളുണ്ടല്ലോ, തലമുടി നരച്ചത് കറുപ്പിക്കുന്ന ആണുങ്ങളുണ്ടല്ലോ, അത് കട്ടിയുള്ള കവറിങ് പോലത്തെ കറുപ്പാണെങ്കിൽ അവരുടെ ഒളു സഹിഹല്ല, അവന്റെ കുളി സഹിഹല്ല, അവന്റെ നിസ്കാരം പോയി, അവന്റെ ഇബാദത്തുകൾ പോയി. അവൻ കുളിക്കാത്തവനായി, ഒളുവില്ലാത്തവനായി നാളെ പാരിത്രിക ലോകത്ത് അവൻ ഹാജരാക്കപ്പെടും.
അങ്ങനെ മുഖം വൃത്തിയാക്കി കയ്യും വൃത്തിയാക്കി തലയുടെ അല്പഭാഗം തടവണം. അല്പഭാഗം തടകിയാൽ മതി. തലയുടെ എവിടെങ്കിലും ഒരു തുള്ളി വെള്ളം തലയിൽ ഉറ്റിച്ചാൽ മതി, ഫർള് വീടും. പക്ഷേ ഉച്ചവരെയെങ്കിലും തടകൽ ശക്തമായ സുന്നത്താണ്. തല മുഴുവൻ തടകൽ ആണിനും പെണ്ണിനും സുന്നത്താണ്. പെണ്ണുങ്ങൾക്ക് മുടി വലുതായത് കൊണ്ട് ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് മാത്രമേ തടകൽ സുന്നത്തുള്ളൂ. ആണുങ്ങൾ മുടി കുറഞ്ഞവരായതുകൊണ്ട് തിരിച്ചിങ്ങോട്ടും കൂടി തടകൽ സുന്നത്താണ്. അങ്ങനെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തലയുടെ പരിധിയിൽ വരുന്ന എവിടെങ്കിലുമുള്ള മുടിയിൽ ഒന്ന് നനച്ചാൽ മതി, നമ്മളുടെ ഫർള് വീടിപ്പോയി. ചെവിയുടെ പിറകിലുള്ള തൊലിയിൽ വെള്ളം കൊണ്ട് തടവിയാലും മതി, അവന്റെ ഫർള് വീടിപ്പോയി. പക്ഷേ എങ്കിലും തലയുടെ പകുതി വരെ അല്ലെങ്കിൽ മുഴുവൻ വരെ തടകൽ സുന്നത്താണ്. പിന്നെ കാലിന്റെ ഞെരിയാണിയാണ്, ഇതിന്റെ ഇടയിൽ ചെവി തടകണം, അത് സുന്നത്താണ്. ചെവി തടകിയില്ലെങ്കിലും അത് സഹിയാകും, അത് സുന്നത്താണ്. പിന്നെ കാലിന്റെ ഞെരിയാണിയാണ്. കാല് പൊളിഞ്ഞവരുണ്ട്, കാല് വെടിച്ചു കീറിയവരുണ്ട്, കാലിൽ മുഴയുള്ളവരുണ്ട്, കാലിൽ കീറലുള്ളവരുണ്ട്. അതെല്ലാം കഴുകൽ നിർബന്ധമാണ്. ഏതെങ്കിലും ഭാഗത്ത് വെള്ളം കടത്താൻ പറ്റാതെ പോയാൽ, വെച്ചുകെട്ടലുണ്ടെങ്കിൽ, മരുന്ന് വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ, വേറെന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ, പെങ്ങളെ സഹോദരങ്ങളെ, അതിനുവേണ്ടി തയമ്മും ചെയ്യൽ നിർബന്ധമാണ്. പറയാൻ സമയം അനുവദിക്കുന്നില്ല, സമയം വളരെ വൈകിപ്പോയി. ഒതുപോലും എനിക്ക് തീർത്തു പറയാൻ സമയം കിട്ടിയില്ലല്ലോ. ഒതുവിന്റെ നിബന്ധനകൾ ഇനി പറയാനിരിപ്പുണ്ട്. വെള്ളം തഹൂറായത് വേണം. അവയവങ്ങളിൽ മറയുണ്ടാകാൻ പാടില്ല. അവയവങ്ങളിൽ വെള്ളത്തെ കലർത്തുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ സമയം നിത്യശുദ്ധിക്കാരായ ആളുകൾ സമയമായതിന്റെ ശേഷമേ ഒതുവെടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ കുറെ നിബന്ധനകൾ പറയാനുണ്ട്. ഞാൻ അങ്ങ് ചുരുക്കി പറഞ്ഞു നിർത്തട്ടെ. നമ്മളുടെ ഈ ഒതുവുണ്ടല്ലോ, എല്ലാ പാപങ്ങളും പൊറുക്കുന്ന ഒതുവാണേ. നാം മുഖം കഴുകുന്ന സമയത്ത് എന്റെ കണ്ണുകൊണ്ട് ചെയ്ത പാവം, എന്റെ നാക്കുകൊണ്ട് ചെയ്ത പാവം, എന്റെ മൂക്കുകൊണ്ട് ചെയ്ത പാവങ്ങളെല്ലാം ഞാൻ മുഖം കഴുകുമ്പോ ഒലിച്ചു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ കൈ കൊണ്ട് ചെയ്ത പാവങ്ങൾ കൈ കഴുകുമ്പോൾ ഒലിച്ചു പോകുമെന്ന് ഹബീബുല്ലാഹി. കാലുകൊണ്ട് ചെയ്ത പാപം കഴുകപ്പെട്ടു പോകുമെന്ന് ഹബീബുല്ലാഹി. അപ്പോൾ കൈ കഴുകുമ്പോൾ ശരീരത്തിന്റെ പുറം മാത്രമല്ല വൃത്തിയാക്കപ്പെടുന്നത്, ശരീരത്തിന്റെ ഉള്ളും വൃത്തിയാക്കപ്പെടുന്നു. നബി തങ്ങൾ ചോദിച്ചു, മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ വീട്ടിന്റെ മുന്നിലൊരു പുഴയുണ്ടെങ്കിൽ ആ പുഴയിൽ ഒരു ദിവസം 5 പ്രാവശ്യം നിങ്ങൾ ഇറങ്ങി കുളിക്കുമെങ്കിൽ നിങ്ങളുടെ ശരീരത്ത് അഴുക്കുണ്ടാകുമോ? ഇല്ലല്ലോ നബിയേ. എന്നാൽ ഇതുപോലെ 5 നേരം ഒതുവെടുത്ത് നിസ്കരിച്ചാൽ നിങ്ങളുടെ കൽബിൽ അഴുക്കുണ്ടാവുകയില്ല, പാപങ്ങൾ ഉണ്ടാവുകയില്ല. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ദീനാണ്. വൃത്തിയുടെയും ശുദ്ധിയുടെയും മതമാണ്. നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും മതമാണ്. അദബിന്റെയും അനുസരണയുടെയും മതമാണ്. ആത്മാർത്ഥതയുടെയും ആത്മീയതയുടെയും മതമാണ്. സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മതമാണ്. ഐശ്വര്യത്തിന്റെയും ആനന്ദത്തിന്റെയും മതമാണ്. സർവവിധ സ്നേഹ സമ്പർക്കങ്ങളുടെയും മതമാണ്. പക്ഷേ മതത്തെക്കുറിച്ച് നാം പഠിക്കുന്നില്ല, മതത്തിന്റെ അമലുകളിലേക്ക് നാം ഇറങ്ങുന്നില്ല. ഇനിയെങ്കിലുമുള്ള പഠന ക്ലാസുകളിൽ പങ്കെടുത്തുകൊണ്ട് മതത്തെക്കുറിച്ച് പഠിക്കുകയും ആവർത്തിച്ച് പഠിക്കുകയും പഠിക്കുന്നത് പ്രവർത്തിക്കുകയും ചെയ്യണം. മൻ അമില ബിമാ അലിമ അല്ലമല്ലാഹു മാ ലം യഅലം. അറിഞ്ഞതനുസരിച്ച് അമൽ ചെയ്താൽ നിനക്ക് അല്ലാഹു ഇൽമ് ഏറ്റി തരും മോനെ. ഇൽമാണല്ലോ ലോകത്തെ സമ്പത്ത്. മക്കളെ, പണം എന്തിനാണ്? ഖബറിലോട്ട് കൊണ്ടുപോകുന്നില്ലല്ലോ. മക്കളെ, ഈ ആരോഗ്യവും ഖബറിലേക്ക് കൊണ്ടുപോകുന്നില്ല. ഒരു ബന്ധവും ആ ഖബറിലേക്ക് കൊണ്ടുപോകുന്നില്ല. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി. നമ്മളെ സൃഷ്ടിച്ച നാഥനെ ഒന്ന് കാണണ്ടയോ? അവന്റെ സ്വർഗത്തിലൊന്ന് പോകണ്ടയോ? ഫൽഅമൽ അമലൻ സാലിഹാ. ഉളുവും കുളിയും ഇബാദത്തും പഠിച്ചറിഞ്ഞ് പ്രവർത്തിക്കുകയല്ലാതെ ഒരു മാർഗവുമില്ല സഹോദരങ്ങളെ.
സുഹൃത്തുക്കളെ, അല്ലാഹു ഇൽമ് പഠിക്കുന്ന വേദിയിലേക്ക് വന്ന സഹോദരീ സഹോദരന്മാരെ സ്വർഗത്തിന്റെ മണ്ഡപത്തിൽ അല്ലാഹു എത്തിച്ചു തരട്ടെ. ഈ വേദിയിലേക്ക് നമ്മളെ പറഞ്ഞു വിട്ട ഉമ്മവാപ്പമാരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു റഹ്മത്ത് ചൊരിക്കട്ടെ. അറിവ് പറഞ്ഞു തന്ന ഗുരുക്കന്മാരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു നിഅമത്ത് ചൊരിക്കട്ടെ. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.